CPIM-ൻ്റെ 24ാം ദേശീയ സമ്മേളനത്തിൻ്റെ മുന്നോടിയായി ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള പാർട്ടി ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. കഴിഞ്ഞ 3 വർഷം നമ്മുടെ പാർട്ടി ഇന്ത്യയിലാകെ നടത്തിയ പ്രവർത്തനങ്ങളുടെ സമഗ്രമായ അവലോകനങ്ങളാണ് ഈ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ഒക്കെയുള്ള ഇന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതികളുടെ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെട്ട് നടത്തേണ്ട രാഷ്ട്രീയ ഇടപെടലുകളുടെ സമഗ്രമായ രൂപരേഖയും ശരിയായ ദിശാബോധവും രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ പരിശോധനകളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ റിപ്പോർട്ടും ഈ സമ്മേളനത്തിൽ നമ്മൾ രൂപീകരിക്കാൻ പോവുകയാണ്. അതോടൊപ്പം നമ്മുടെ പാർട്ടി ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി സംഘടനാ രംഗത്ത് വരുത്തേണ്ട പ്രവർത്തനങ്ങളും വ്യക്തികളെന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ ചരിത്ര മുഹൂർത്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ നാം നടത്തേണ്ട തയ്യാറെടുപ്പുകളെക്കുറിച്ചുമുള്ള സമഗ്രമായ പരിശോധനയും തീരുമാനങ്ങളുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതമായ ജനാധിപത്യ പൈതൃകങ്ങളുടെയും പ്രവർത്തന ശൈലിയുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ സമ്മേളനങ്ങളിൽ രൂപപ്പെടുന്നത്. ഇന്ത്യയിലെ 1 ലക്ഷത്തിലധികം വരുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരവരുടെ ഘടകങ്ങളിൽ ഈ നിലയിൽ നാം നിർവഹിക്കേണ്ട ബഹുമുഖമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള സൂക്ഷ്മതലത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലെ പ്രാദേശിക സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ജില്ലാ സമ്മേളനം ഇന്ന് രാവിലെ ആരംഭിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഘടന അത്യന്തം അപകടകരമായ ഒരു വഴിയിലൂടെ തന്നെയാണ് നീങ്ങിപ്പോകുന്നത്. 3ാമത്തെ തവണയും തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയ പ്രതിനിധികൾ രാജ്യാധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ വഴിയിലൂടെയുള്ള ഒരു സഞ്ചാരപഥമാണ് നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ RSS പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന BJPയുടെ പ്രധാനമന്ത്രിയാണ് 3ാമതും അധികാരത്തിലിരിക്കുന്നത്. വർഗീയമായി ചേരിതിരിക്കാൻ നടത്തുന്ന പരിശ്രമത്തിൻ്റെ അജണ്ടയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ തീവ്ര ഹിന്ദുത്വ വർഗീയതയ്ക്ക് അനുയോജ്യമായ തരത്തിൽ ഭിന്നിപ്പിച്ച് തങ്ങളുടെ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് ഹിന്ദുത്വ ശക്തികൾ കണ്ടെത്തിയ വഴിയാണ് തീവ്ര ഹിന്ദുത്വം. ആ വഴി പൂർണ്ണമായും ന്യൂനപക്ഷ വിരുദ്ധമാണ്, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധമാണ്. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും അത് നല്ല നിലയിൽ തന്നെ തീവ്രമായി എതിർക്കുകയാണ്. അത് മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും അവരെ ഒന്നും ദേശീയ പൊതുധാരയുടെ ഭാഗമായി അവരംഗീകരിക്കുന്നില്ല. അവരെയെല്ലാം ഹിന്ദുത്വവൽക്കരിക്കണം എന്ന സമീപനമാണ് അവർക്കുള്ളത്. സ്വാഭാവികമായും ആ അജണ്ടയിലൂടെയാണ് നീങ്ങുന്നത്. ആ അജണ്ടയിലൂടെ നീങ്ങി ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കാനാണ്.
ലക്ഷ്യം ഒരിക്കലും അവർ മറച്ചു വെക്കുന്നില്ല. ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആക്കും, മതാധിഷ്ഠിത രാജ്യമാക്കും. ഹിന്ദുത്വ അജണ്ട അനുസരിച്ച് ഉള്ള നയസമീപനങ്ങൾക്ക് കീഴ്പ്പെടാത്ത മതന്യൂനപക്ഷത്തെ രണ്ടാംകിട പൗരന്മാരാക്കും. അതിൻ്റെ അജണ്ടകൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പരിഷ്കൃതമായ ഒരു കാലത്തിൻ്റെ ഒരു സ്പന്ദനത്തെയും തിരിച്ചറിയാത്ത പ്രാകൃതകാല മൂല്യബോധത്തെ മുന്നിൽ വെച്ച് കാര്യങ്ങളെ കാണുന്ന, ശാസ്ത്ര യുക്തിബോധത്തിൻ്റെ കണിക പോലുമില്ലാത്ത അപരിഷ്കൃതമായ സാംസ്കാരിക മൂല്യം 140 കോടി മനുഷ്യർ ജീവിക്കുന്ന ഒരു മഹാസംസ്കാരത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ഏത് ഹീനമായ കിരാതമാർഗവും അവർ സ്വീകരിക്കും എന്നുള്ളതാണ് അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അവിടെ ഹിന്ദുത്വ മുൻഗണനകളുണ്ട്. ഇപ്പോൾ ആദ്യത്തെ 10 കൊല്ലം പൂർത്തീകരിച്ചപ്പോൾ ആ ഹിന്ദുത്വ മുൻഗണന വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് നൂറുകണക്കിന് വർഷം മുസ്ലിം ജനസമൂഹം ആരാധിച്ചു പോകുന്ന ഒരു പള്ളി പൊളിച്ച് തകർത്ത് അവിടെ ഒരു ഹിന്ദു ദേവാലയം സ്ഥാപിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ പോയി അത് ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ ഒരു പരിഷ്കൃത സമൂഹത്തിൽ മനുഷ്യ സംസ്കാരത്തിൻ്റെ നാളിതുവരെയുള്ള വളർച്ചയുടെ ഉത്തോലകം വെച്ചുകൊണ്ട് നമ്മളൊന്ന് അളന്നു നോക്കിയാൽ ഇത്രയും പ്രാകൃതമായ ഒരു നടപടി ചരിത്രത്തിൽ അത്യപൂർവമായില്ലേ കാണുള്ളൂ. സാംസ്കാരിക മൂല്യങ്ങളും കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കും. ശാസ്ത്രം, സാമൂഹ്യ ജീവിതത്തിൽ വരുന്ന പരിവർത്തനങ്ങളുണ്ട്. ആ പരിവർത്തനങ്ങൾ നമ്മളെ പഴയതിൽ നിന്നും വലുതോതിൽ പുരോഗമിപ്പിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യബോധത്തിൽ അത് ഗുണപരമായ പരിവർത്തനം ഉണ്ടാകും. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഏറ്റവും പ്രാകൃതമായ ശൈലിയാണ് പുനരാവിഷ്കരിച്ചത്. ഒരു ആരാധനാലയം അടിച്ചു പൊളിക്കുക, അതിന് ഇന്ത്യൻ്റെ എല്ലാ ഭാഗത്തും ആളുകളെ കൊണ്ടുപോവുക, അതിൻ്റെ ചിഹ്നങ്ങൾ രൂപീകരിച്ചെടുക്കുക, അതിനെ എതിർക്കുന്നവരെ കൊന്നൊടുക്കുക, അതിലൂടെ ഇതിനെ പിന്തുണയ്ക്കാത്ത എല്ലാവരെയും ശത്രുപക്ഷത്തേക്ക് വയ്ക്കുക. ആ നിലയിൽ മനുഷ്യ പൊതുബോധത്തെ പ്രാകൃതാവസ്ഥയിലേക്ക് ചുരുക്കുക എന്ന പ്രവർത്തനം ഇവിടെ നടത്താൻ ഭരണകൂടം തന്നെ മുൻകൈ എടുത്തു. അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏറ്റവും ചീഫ് എക്സിക്യൂട്ടീവ് തന്നെ പോയി ആ അമ്പലം ഉദ്ഘാടനം ചെയ്തു. അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ വെക്കുന്നതിന് പകരം ഒരു പൂജാരിയും തൊട്ടപ്പുറത്ത് RSSൻ്റെ സർസംഘ ചാലക്കു നിന്നു. എന്തൊരു സന്ദേശമാണ് ഇന്ത്യ മഹാരാജ്യത്തിന് നൽകിയത്! RSS സർസംഘ ചാലക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി അടുത്തടുത്ത് നിന്ന് ന്യൂനപക്ഷ മതത്തിൻ്റെ ആരാധനയെ അടിച്ചു പൊളിച്ചിടത്ത് ഉണ്ടാക്കിയ പുതിയ അമ്പലം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നൽകുന്ന സന്ദേശം എന്താണ്? അതാണ് RSS. അങ്ങനെയാണ് തീവ്ര ഹിന്ദുത്വ അജണ്ട. ആ അജണ്ടയിലെ പ്രധാനപ്പെട്ട ഇനം നടപ്പിലാക്കിക്കൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് വരുന്നത്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അവകാശം എന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മൂല്യങ്ങളിലൊന്നാണ്. മതനിരപേക്ഷതയുടെ ദാർഢ്യമേറിയ അടിത്തറയാണ് കശ്മീരിൻ്റെ പ്രത്യേക പദവി. നമ്മളത് ഒരു ദിവസം ചർച്ച ചെയ്തതല്ല, ഒരുപാട് കാലം ചർച്ച ചെയ്തതാണ്. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വന്ന് ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മതനിരപേക്ഷത എന്ന വിഷയം നന്നായി ചർച്ച ചെയ്ത. പാകിസ്ഥാനെ പോലെയല്ല ഇന്ത്യ. ഇന്ത്യ എല്ലാ മതത്തിനും തുല്യ പരിഗണന നൽകുന്ന ഒരു രാജ്യമാണ്. മതമില്ലാത്തവർക്കും ഇവിടെ പരിഗണനയുണ്ട്. അത് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഉയർന്ന മൂല്യബോധത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതിനാദ്യം മുതൽ എതിർത്തതാണ് RSS. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഫെഡറലിസം, മതനിരപേക്ഷത തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യ അന്നത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്ന് തുടക്കം മുതൽ അതിനെ RSS എതിർത്തു. അന്ന് ഗോൾവാൾക്കറാണ്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നിരവധി ലേഖനങ്ങൾ അദ്ദേഹം എഴുതി. അതിനെ എതിർത്തുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുണ്ട്.
ധാരാളം ആളുകളെ RSS തെരുവിൽ നയിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ അനേക ശതം ഇരട്ടി ആളുകളെ പണ്ഡിറ്റ്ജി അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് നമ്മൾ അംഗീകരിക്കാൻ പോകുന്ന മതനിരപേക്ഷതയുടെ അടിത്തറയിൽ പണിതുയർത്താൻ പോകുന്ന മഹാരാജ്യത്തെക്കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഒന്നിപ്പിക്കാൻ നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ സംവാദങ്ങളിലൂടെയാണ് നമ്മളുടെ ഈ മഹത്തായ സാമൂഹ്യ മൂല്യങ്ങളുടെ അടിത്തറ നാം പണിതുയർത്തിയത്. എന്താ RSSന്റെ പ്രത്യേകത? 1948 മുതൽ ഇതുവരെയുള്ള RSSന്റെ കാര്യകാരണി യോഗങ്ങളിൽ എക്സിക്യൂട്ടീവ് 2 പരിപാടിയാണ് RSS എല്ലാ കൊല്ലവും നടത്തുക. ഒന്ന് അവരുടെ ദേശീയ എക്സിക്യൂട്ടീവിന്റെ യോഗം, മറ്റൊന്ന് വിജയദശമി ദിനത്തിൽ RSS സർസംഘചാലക് നടത്തുന്ന പ്രഭാഷണം. അത് രണ്ടുമാണ് RSSന്റെ പൊതു കാഴ്ചപ്പാട്. 1948 മുതൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും, ഈ പദവി കശ്മീർ പദവിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ അവർ ആദ്യം വന്നു. ഭരണഘടന അംഗീകരിച്ചതിന് ശേഷമുള്ള അവരുടെ എല്ലാ എക്സിക്യൂട്ടീവ് യോഗങ്ങളിലും കശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതാക്കുന്നത് സംബന്ധിച്ച് ആവർത്തിച്ചവർ സംസാരിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് നോക്കൂ, പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് വായിച്ച് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ജമ്മു കശ്മീരിന്റെ പ്രത്യേക അവകാശം ഇല്ലാതാക്കി. അജണ്ടകൾ നടപ്പിലാക്കുകയാണ്. ഹിന്ദുത്വ അജണ്ടകളാണത്, അജണ്ടകളുടെ നടത്തിപ്പാണത്. BJPക്ക് അധികാരം കിട്ടിയ ഓരോ സംസ്ഥാനത്തിനകത്തും ഇതേ മുൻഗണനാക്രമത്തിൽ അവർ മുന്നോട്ട് പോയി. പ്രത്യേക പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ, അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഏക സിവിൽ കോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിൽ എല്ലാം നമ്മൾ കണ്ടുവരുന്ന എന്താ? ഇത് തന്നെയാണ്, ഈ ലക്ഷ്യത്തിലേക്കുള്ള നീക്കമാണ്. സെക്യുലറിസം ഇല്ലാതാവുകയും മതാധിഷ്ഠിത സമൂഹം എന്ന ഹിന്ദുത്വ അജണ്ട സമ്പൂർണ്ണമായി നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്താനാണ് രാജ്യാധികാരത്തെ BJP ഉപയോഗപ്പെടുത്തുന്നത്. ഓരോ സന്ദർഭത്തിലും RSS ഇടപെടും. അതിൻ്റെ ഭാഗമായി ഒരു മടിയും കൂടാതെ മതസംഘർഷങ്ങൾ ഉണ്ടാക്കും, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കും, അത് ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കും. ഇന്ത്യയുടെ ഇന്നത്തെ മുഖം എന്ന് പറഞ്ഞാൽ തന്നെ ആ നിലയിൽ വികൃതമാക്കപ്പെട്ട മുഖമാണ്. RSSന്റെ ഹീനമായ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഭരണം ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ സമാന്തരമായി രാജ്യത്തെ വർഗീയമായി ചേരിതിരിച്ച് മുന്നേറുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന കലാപങ്ങളുടെ, അക്രമങ്ങളുടെ, കീഴ്പ്പെടുത്തലുകളുടെ ഏറ്റവും മോശപ്പെട്ട മുഖമാണ് ഇന്നത്തെ ഇന്ത്യയിൽ ജ്വലിച്ചു നിൽക്കുന്ന മുഖം, മുന്നിൽ കാണുന്ന മുഖം. ഒരുപാട് സംസ്ഥാനങ്ങളിലെ BJP എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു മുസ്ലിം ഒരു കേസിൽ പ്രതിയായാൽ അദ്ദേഹത്തിന്റെ വീടൊക്കെ തകർത്തളി പൊടിയാക്കും. എത്ര സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, നൂറുകണക്കിന് സംഭവങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഉത്തർപ്രദേശിൽ അത് ഒരു സാധാരണമായ സംഭവമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ടിരിക്കും. ഹലാൽ എന്ന വാക്ക് കടകളുടെ കൊണ്ട് ഹലാൽ ഇറച്ചി നിരോധിച്ചിരുന്നു. ചില മരുന്നുകളിൽ ഹലാൽ എന്ന് കൂട്ടിച്ചേർത്തിരുന്നു. എല്ലാം നിരോധിച്ചില്ലേ? മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു വാക്കാ അങ്ങ് നിരോധിച്ചുള്ളത്. ജീവിക്കാൻ വേണ്ടിയല്ലേ ഇന്ത്യയില് ഈ പശുത്തോല് അതിലെ കച്ചവടം നടത്തുന്നു. ഹിന്ദുമതത്തിൽ തന്നെ ചമാർ എന്ന് പറയുന്ന വിഭാഗം സഹസ്രാബ്ദങ്ങളായി പശുവിൻ്റെ തൊലി ഉരിച്ചാണ് അവരുടെ ജീവിതോപാധി കണ്ടെത്തുന്നത്. ഇന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെയും ഉപോൽപ്പന്നങ്ങളിലൂടെയുമാണ് ജീവിതോപാധി കണ്ടെത്തിയത്. പശുവിനെ കച്ചവടം ചെയ്യുക ഒരു ഉപജീവന മാർഗമാണ്. എത്ര ആളുകളെയാണ് കൊലപ്പെടുത്തിയത്? അത് തുടർ സംഭവമാവുകയാണ്. പശുപാലകന്മാർക്ക്, പശു സംരക്ഷകന്മാരുടെ പ്രത്യേക സേനയുണ്ടാക്കി അവർക്ക് നിയമപരമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അനുകൂലിച്ചു കൊടുക്കുകയാണ്. അവർക്ക് സമൂഹത്തിൽ ആരെയും ആക്രമിക്കാനുള്ള അവകാശം കിട്ടുകയാണ്. വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന തരത്തിലാണ് തീർത്ഥാടനം നടത്തുന്ന പ്രദേശങ്ങളിൽ തീർത്ഥാടകർ പോകുന്ന വഴിയിൽ മറ്റൊരു മതസമുദായക്കാരൻ കച്ചവടം നടത്തിക്കൂടാ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകുന്ന ഒരു ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്.
ഓരോന്നോരോന്ന് എടുത്തു നോക്കിയാൽ ഒരു 33% ജനങ്ങളുള്ള ആസാമിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അവിടെ എത്രയോ കാലമായിട്ട് മനുഷ്യൻ ബീഫ് ഉപയോഗിക്കുന്നുണ്ട്, നിരോധിച്ചറിഞ്ഞു. നിർഭാഗ്യകരമായ കാര്യം, BJP-യിൽ എത്തുന്നതിന് മുമ്പ് ആ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു ഈ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഏറ്റവും തീവ്രമായി മുസ്ലിം വിരുദ്ധത പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ മുഖ്യമന്ത്രി ആസാമിലെ മുഖ്യമന്ത്രിയാണ്. അടുത്ത കാലം വരെ കോൺഗ്രസിന്റെ PCC പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഇതാണ് നമ്മളുടെ പുതിയ കോൺഗ്രസിന്റെ പ്രത്യേക ഉള്ളിലിരിപ്പ്. വല്ലാത്തൊരവസ്ഥയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ വീണ്ടും മൂന്നാമതും BJP അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും മുൻഗണന എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ നാട് അഭിമുഖീകരിക്കുന്നു. എന്താ ഒന്നാമത്തെ മുൻഗണനയായിട്ട് ഇന്ത്യൻ പാർലമെന്റിലെ ബില്ല് വന്ന്? ഭൂരിപക്ഷം ഇല്ലല്ലോ. ഇപ്പോ രണ്ട് പാർട്ടികളുടെ, പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയിലല്ലേ. ഒന്നാമത്തെ ബില്ല് വഖഫ് നിയമ ഭേദഗതിയാണ് ഒന്നാമത്തത്. ആ മുൻഗണന വെച്ചുകൊണ്ട് എന്ത് സന്ദേശം നൽകുന്നത്? 19 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ BJP പിന്തുണക്കുന്ന ഗവൺമെന്റ് ഓരോയിടത്തും എന്ത് സന്ദേശമാണ് നൽകുന്നത്? അപ്പോൾ അപകടകരമായ തങ്ങളുടെ നയങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ഭരണത്തെ ഉപയോഗപ്പെടുത്തുക എന്ന പ്രവർത്തനം കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നു. അതിന് പശ്ചാത്തലമൊരുക്കിക്കൊണ്ട് RSS താഴെ ചുറ്റും പ്രവർത്തിക്കുന്നു. അധികാരം കിട്ടിയ ഉടനെ 34 സംഘടനകളുടെ യോഗം RSS വിളിച്ചല്ലോ പാലക്കാട്ട്. അങ്ങനെയാണ് ലോകത്തെ എല്ലായിടത്തും ഫാസിസ്റ്റ് സ്വഭാവമുള്ള, തീവ്ര വർഗീയ സ്വഭാവമുള്ള സംഘടനകൾ പ്രവർത്തിക്കുക. അവർക്ക് ഒരുപാട് സംഘടനകൾ ഉണ്ടാവും. ഓരോ ആവശ്യത്തിനും ഒരു സംഘടന ഉണ്ടാവും. അമ്പലം പൊളിക്കാനൊരു സംഘടന, പശു വിജിലൻസിന്റെ വേറെ സംഘടന, രാമജന്മഭൂമിയുമായി ബന്ധപ്പെടുത്തി ഹനുമാൻ സേന, പല പല സംഘടനകൾ. അങ്ങനെയാണ് 34 ആയത്. അതിലൊന്നാണ് BJP. തൊഴിലാളികളുടെ സംഘടന ഉണ്ട്, വിദ്യാർത്ഥികളുടെ സംഘടന ഉണ്ട്. ആ 34-ൽ ഒന്ന് മാത്രമാണ് BJP. RSS അതിനും അപ്പുറത്തേക്ക് കയറി നിൽക്കുകയാണ്. വലിയ വലിയ അജണ്ടകളാണ്. ലോക ഗുരുവാവാനാണ്. ലോകത്തെ തന്നെ ഞങ്ങളുടെ ആശയം കൊണ്ട് നയിക്കുമെന്നാണ്. ലോകത്തിലെ വ്യത്യസ്തങ്ങളായ പഴയകാല സംസ്കാരങ്ങളുടെ ഇന്നത്തെ പ്രതിനിധികളെയൊക്കെ തപ്പിപ്പിടിച്ച് ഈ അടുത്ത കാലത്ത് ഇവർ ആസാമിൽ ഒരു പ്രത്യേക സമ്മേളനത്തിനെ വിളിച്ചു ചേർത്തു. വല്ലാത്ത തരത്തിലുള്ള കാഴ്ചപ്പാട് RSS രൂപപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ RSS അജണ്ടകൾക്ക് കീഴ്പ്പെടുത്തി ഭരണം നടത്തുമ്പോൾ തന്നെ സമൂഹഘടനയുടെ വിവിധ മേഖലകളിലേക്കുള്ള RSS വിന്യാസം നടക്കും. അതിവിടെ പൂർണ്ണമാവുകയല്ലേ. ഈയിടെ ഒരു ജഡ്ജി തന്നെ വലുതോതിൽ മുസ്ലിം വിരുദ്ധമായ പ്രസംഗം നടത്തി. ഒരു സിറ്റിംഗ് ജഡ്ജി എടുത്താൽ കൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി രാജിവെച്ച് BJP-യുടെ സ്ഥാനാർത്ഥിയായി. ഇന്നലെ ജഡ്ജി, നാളെ BJP സ്ഥാനാർത്ഥി. എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ ഈ നിലയത്തിന്റെ രാജ്യം മുന്നോട്ട് പോയുള്ള ഒരു അവസ്ഥ? എല്ലാ മേഖലയിലേക്കുള്ള RSS തള്ളിക്കയറ്റമാണ്. അപ്പൊ വിദ്യാഭ്യാസം, RSS-ന്റെ ശൈലിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസവും, അവിടുത്തെ ശാസ്ത്രവും യുക്തിബോധവും വ്യക്തിത്വവും ഇല്ലാതോ വിധേയത്വം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് മാറ്റി ചരിത്രത്തെ പൂർണ്ണമായി വളച്ചൊടിച്ചു. അവരുടെ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള സിനിമകൾ തന്നെ നിർമ്മിക്കപ്പെട്ടു. സിനിമകളൊക്കെ, കുറെ സിനിമകൾ അങ്ങനെ വരികയാണ്. ഇപ്പോൾ റാംബോ എന്നൊക്കെ പണ്ട് അമേരിക്കയിൽ സിനിമ ഇറങ്ങിയിരുന്നു. സോവിയറ്റ് യൂണിയൻ നിലനിന്ന കാലത്ത് സാമ്രാജ്യത്വം ഇറക്കുന്ന സിനിമകളുണ്ടായിരുന്നു. ആ സാമ്രാജ്യത്വ സിനിമകളെ പോലെ ഇപ്പൊ ഇന്ത്യയിൽ BJP അജണ്ട പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സിനിമകൾ, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ നിലയ്ക്കുള്ള ഈ പൊതുബോധ നിർമ്മിതി പൂർണ്ണമായി വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനായി.
മഹാത്മജി പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും പാടില്ലാത്ത മൂല്യബോധം അത് വിദ്വേഷത്തിൻ്റെതാണ്. ഗാന്ധി പറഞ്ഞതാണ് സ്വാതന്ത്ര്യ സമരകാലത്ത്. ഹിന്ദു മുസ്ലിം വിദ്വേഷം രൂപപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ രാഷ്ട്രപിതാവ് പറഞ്ഞു, രാഷ്ട്രീയത്തിൽ പൊതുജീവിതത്തിൽ വിദ്വേഷത്തിന് സ്ഥാനമില്ല, അന്യമതത്തോടുള്ള വിരോധം പാടില്ല. ഇവർക്കതല്ല, അതാണ് അവരുടെ മുഖമുദ്ര. അപ്പോ എല്ലാ നിലയിലും രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ, മതപരമായി ഭിന്നിപ്പിക്കാൻ, ഏകാധിപത്യത്തിലേക്ക്, അമിതാധികാരത്തിലേക്ക് നീങ്ങാൻ ഇവർ ശ്രമിക്കുകയാണ്. ഇതിന്റെ മറുഭാഗത്ത് അമിതാധികാരം നമുക്ക് ഒപ്പം സഞ്ചരിക്കുന്നത് കാണാൻ കഴിയും. വർഗീയതയ്ക്ക് സമാന്തരമായി അമിതാധികാര പ്രവണതയിലേക്കുള്ള സഞ്ചാരം കാണാൻ കഴിയും. ഇപ്പൊ മൂന്നാമത്തെ ഭരണം വരുമ്പോൾ അത് കൂടുതൽ ദൃശ്യമാവുകയാണ്. വർഗീയതയ്ക്ക് സമാന്തരമായിട്ട് തന്നെ ആ പരിശ്രമം, ജനാധിപത്യ വിരുദ്ധമായ പരിശ്രമം, അതാണ് ഫെഡറലിസത്തെ എതിർക്കുന്നത്. അതാണ് സംസ്ഥാനാധികാരങ്ങളെ കവരാൻ ശ്രമിക്കുന്നത്. അതാണ് നമ്മുടെ നാട്ടിൽ ഇവര് വിവിധ കേന്ദ്ര ഏജൻസികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുമ്പൊരു കാലത്തുമില്ലാത്ത രൂപത്തിൽ ജനാധിപത്യത്തിനെതിരെ കടന്നാക്രമണം നടത്തുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 2 മുഖ്യമന്ത്രിമാരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടുക എന്ന് പറയുന്നിടത്ത് എന്ത് ജനാധിപത്യമാണ് ഉണ്ടാവുക? കണ്ണിന്റെ മുന്നിൽ കണ്ടില്ലേ? പിണറായി ഡൽഹിയിൽ നടത്തിയ, നമ്മുടെ ഇടതുപക്ഷ MLA-മാരും മന്ത്രിമാരും ഒക്കെ നടത്തിയ സമരസ്ഥലത്ത് വരുന്ന കേജ്രിവാൾ തന്റെ പ്രസംഗത്തിൽ ആശങ്ക പ്രകടിപ്പിക്കണ്ടേ? ജനാധിപത്യത്തിന് നേരെ ഉരുണ്ടുകൂടിയ കടന്നാക്രമണത്തിന്റെ തീവ്രതയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അവിടെ ജനാധിപത്യ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള, ഫെഡറലിസത്തെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിന്റെ പ്രക്ഷോഭ സമര വേദിയിൽ വന്നു നിന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ടില്ലേ? ജാർഖണ്ഡ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് തൊട്ടുമ്പോൾ ജയിലിലിട്ടില്ലേ? കുറ്റപത്രമുണ്ടോ? കൊല്ലങ്ങളോളം ജയിലിടാൻ പറ്റുമോ സംസ്ഥാന മുഖ്യമന്ത്രിയെ? സംസ്ഥാന ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ പ്രത്യേക കുറ്റമൊന്നും ചെയ്യാതെ വർഷങ്ങളോളം ജയിലിടുന്നിടത്ത് ജനാധിപത്യം നിലനിൽക്കുമോ? മുഖ്യമന്ത്രിക്ക് അതാണ് സ്ഥിതിയെങ്കിൽ ഇവരെ എതിർക്കുന്ന എല്ലാവർക്കുമുള്ള സ്ഥിതി അത് തന്നെ എന്ന മുന്നറിയിപ്പില്ലേ? UAPA ഉപയോഗിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടവരിൽ വലിയൊരളവ് മുസ്ലിം ജനവിഭാഗങ്ങളില്ലേ? അതിനെ എതിർക്കാൻ വേണ്ടി ഒരു പാർട്ടി ഉണ്ടായിട്ടുള്ളൂ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ, CPIM. ഭീമ കൊറേഗാവ് സംഭവമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്ര ഭീഷണാശാലികളായ മനുഷ്യരാണ് കൊണ്ടുപോയി ജയിലിട്ട്. സ്റ്റാൻ സ്വാമി ജയിലിൽ കിടന്ന് മരിച്ചില്ലേ? എത്ര ഹീനമായ അമിതാധികാര പ്രയോഗമാണ്. ഈ കേരളത്തിൽ തന്നെ വലിയ തോതിൽ ഈ ദുർവിനിയോഗങ്ങൾ മുഴുവൻ നടന്നില്ലേ? CBI, CIA, നമ്മുടെ ED ഒക്കെ ദുർവിനിയോഗം ചെയ്യുന്നത് നമ്മളെല്ലാം കണ്ണിന് മുന്നിൽ കണ്ടുകൊണ്ടിരുന്നില്ലേ? വെറുതെ സംഭവിക്കുന്ന വളരെ നിഷ്പക്ഷമായ, നിരുപദ്രവമായ നിയമനിർവഹണമാണോ നടക്കുന്നത്? അതോ അപകടകരമായ ജനാധിപത്യ ധ്വംസനമാണോ, പൗരാവകാശ ധ്വംസനമാണോ നടക്കുന്നത്? പൂർണ്ണമായും ആ നിലയിലാണ്. നിയമനിർമ്മാണത്തിലേക്ക് നോക്കൂ. ഇപ്പോൾ ഭൂരിപക്ഷമുണ്ടോ? ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഈ ഗവൺമെന്റിന് ഇല്ലല്ലോ. ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഭൂരിപക്ഷമില്ലാത്ത ഇന്ത്യൻ പാർലമെന്റിൽ പാർലമെന്റിന്റെ 2ാമത്തെ 3ാമത്തെ സെഷൻ വന്നപ്പോഴേക്ക് BJPയുടെ 1ാമത്തെ മുൻഗണന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പാവുന്നത് എങ്ങനെയാ? എന്തുകൊണ്ടാണ് മുൻഗണന വരുന്നത്? അതാരുടെ മുൻഗണന? RSSന്റെ. നമ്മുടെ സംസ്ഥാനങ്ങളുടെ അധികാരം പൂർണ്ണമായി ഇല്ലാതാക്കലാണ്. കേന്ദ്രത്തിലെ ഗവൺമെന്റ്, RSS, BJP അവർക്ക് മാത്രമുള്ളതാണ് ഇന്ത്യ. ബഹുസ്വരതയ്ക്ക് ഒരു സ്ഥാനവുമില്ലാത്തതാണ് ഇന്ത്യ എന്ന് സ്ഥാപിക്കാനാണ്. നമ്മുടെ ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളുടെയും അടിത്തറയല്ലേ തകർക്കപ്പെടുന്നത്? ഇവർക്ക് ഏറ്റവും വിരോധം ഭരണഘടനയോടാണ്. എന്നിട്ട് ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഏറ്റവും എന്താ പറയുക, വിരോധാഭാസം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നു അവരുടെ. ഭരണഘടനയുടെ ഉള്ളടക്കില്ലേ? പ്രദർശിപ്പിക്കപ്പെട്ട BJP-കാരൻ കൈ പിടിച്ച ഭരണഘടനയിൽ 2 സാധനം ഉണ്ടായിരുന്നില്ല. സോഷ്യലിസ്റ്റും ഉണ്ടായിരുന്നില്ല, നമ്മുടെ മതേതരത്വം ഉണ്ടായിരുന്നില്ല. രണ്ടും ഇല്ലാത്തൊരു ഭരണഘടന കൈ പിടിച്ചിട്ടാ നടക്കണേ. ഒറീസ അസംബ്ലിയിൽ തന്നെ അത് പ്രദർശിപ്പിച്ചു.
അപ്പോൾ അവർ പഴയ ഭരണഘടന എന്ന് പറയും. എത്ര ആപൽക്കരമായൊരവസ്ഥയിൽ നമ്മൾ ചെന്നെത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തെ വലത്തോട്ട് നയിച്ചുകൊണ്ടുപോവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷ ഗവൺമെൻറ്റാണിത്. ലോകത്തിലെ ഏറ്റവും പ്രാകൃതമായ സംസ്കാരശൂന്യരായ ആളുകൾ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണിത് മനുഷ്യരാശിയുടെ ഇന്നത്തെ കാലപരിധിയിൽ. എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? അത് സാധിക്കാനിടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ഭരണവർഗം നൽകിയിരിക്കുന്ന വലിയ പിന്തുണയാണ്. അത് നാം മറന്നു പോകരുത്. BJPയും RSSും കൈകോർത്ത് പിടിച്ച് രാജ്യത്ത് ഹിന്ദുത്വ ആശയഗതിക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള ഹിന്ദുത്വ അജണ്ടയുടെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്ന ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ അവർക്ക് സൗകര്യം കിട്ടുന്നത് അവരുടെ ജനപിന്തുണ വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർ ഇവർക്ക് നൽകിയിട്ടുള്ള വലിയ പിന്തുണയുടെ പശ്ചാത്തലത്തിലാണ്. ലോകത്തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന മുതലാളിമാരുള്ളത് ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ ലാഭം ഇന്ത്യൻ മുതലാളിമാർക്ക് ലോകത്തെ മറ്റു കോർപ്പറേറ്റ് മുതലാളിമാരെക്കാൾ എന്താ ഒരു അധിക ശക്തി ഉള്ളതുകൊണ്ടാണ്? അല്ല, പൂർണ്ണമായിട്ട് ഗവൺമെന്റ് പിന്തുണയോടുകൂടി കോർപ്പറേറ്റ് മുതലാളിത്തത്തെ വളർത്തുകയാണ്. ധനകേന്ദ്രീകരണം 980കളിൽ 1% ഇന്ത്യയിലെ 25% സ്വത്തുള്ള ഈ ശതകോടീശ്വരന്മാർ, $1 ബില്യൺ വരുമാനമുള്ള ശതകോടീശ്വരന്മാർ വളരെ എണ്ണത്ത് കുറവായിരുന്നു. മോഡി വരുമ്പോൾ തന്നെ 100, ഇപ്പൊ 185, 200 കയറുകയാണ് അവരുടെ എണ്ണത്തിലെ വർധനവ്. 1% ആളുകളുടെ കയ്യിൽ കൂടുതൽ സമ്പത്ത് കേന്ദ്രീകരിക്കുന്നതിൻ്റെത്. 80കളുടെ തുടക്കത്തിൽ 6% സമ്പത്തായിരുന്നു കേന്ദ്രീകരിച്ചത്. ഇപ്പൊ എത്രയായി? 4/1 സമ്പത്തായി. വലിയ കേന്ദ്രീകരണം നടക്കുന്നു. പിന്നെയോ 5 മുതലാളിമാരുടെ കൈകളിലേക്ക് അനേക ലക്ഷം കോടി രൂപയുടെ സമ്പത്ത് പെട്ടെന്ന് കയറി ചെല്ലുന്നു. 10 ലക്ഷം കോടി രൂപയുടെ സമ്പത്തുണ്ട് ധീരുഭായ് അംബാനിക്ക്. 10 ലക്ഷം കോടി. അതിൻ്റെ ഒപ്പവും ചിലപ്പോൾ അതിൻ്റെ മുന്നിലും എത്തുന്നുണ്ട് അദാനി. 5 മുതലാളിമാർ. ഏറ്റവും ആപത്കരമായ ഒന്നാണത്. ജനാധിപത്യത്തിന്റെ ഒരു തെക്കൻ കൊറിയൻ പാഠമുണ്ട്. അമേരിക്ക നിശ്ചയിച്ച പട്ടാള ഭരണാധികാരികളിലൂടെ അധികാരം രൂപപ്പെടുത്തി എല്ലാ പൗരാവകാശങ്ങളും അവസാനിപ്പിച്ച് അതിനെ പിന്നീട് ഒരു കോർപ്പറേറ്റ് കൊള്ളലാഭത്തിന്റെ വീതം വെപ്പിലേക്ക് കൊണ്ടുപോയത് 4-5 കോർപ്പറേറ്റ് മുതലാളിമാർ ഒരു രാജ്യം മുഴുവൻ വീതിച്ചെടുത്ത് അതിന്റെ സമ്പത്തും നിയന്ത്രണവും പരിപൂർണമാക്കിയതാണ് തെക്കൻ കൊറിയയുടെ അനുഭവം. അതിൻ്റെ ഒരു പുതിയ പദത്തിരിപ്പ് ചെന്നെത്തി നിൽക്കുന്നുണ്ട്. ഏതാണ്ട് അതുപോലെ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്ത് 4-5 മുതലാളിമാരുടെ കയ്യിലേക്ക് വീതം വെച്ച് കൊടുത്ത് അതിന് കാർമ്മികത്വം വഹിച്ച് അവരുടെ കൂടെ പിന്തുണയോടുകൂടി തങ്ങളുടെ തീവ്ര ഹിന്ദുത്വ ലക്ഷ്യത്തിലേക്ക്, തിയോക്രാറ്റിക് സ്റ്റേറ്റിലേക്ക്, അമിതാധികാരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന അത്യപകടകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അതിന് പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്യുകയാണ്. ഈ വേഗത്തിൽ വളരുന്ന മുതലാളിക്ക് വളരാൻ സഹായം ഒരുക്കാൻ മുതലാളി വളരുമ്പോൾ അതിന്റെ മറുഭാഗം എന്താ? മുതലാളിത്തം വളരുന്നതിന്റെ മറുഭാഗം എന്താ? സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ ജീവിതത്തിന്റെ ഭീകരമായ തകർച്ചയാണ്. അതാണ് ഇന്നത്തെ ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ഇവരുടെ കൈകളിലേക്ക് 10,000-കണക്കിന് കോടി ലക്ഷക്കണക്കിന് കോടി കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ കോടാനുകോടി മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളുടെയും നിരാകരണമാണ്. മനുഷ്യനായി ജീവിക്കാനുള്ള അവരുടെ അവകാശങ്ങൾ ഇല്ലാതാവുകയാണ്. അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള ഹങ്കർ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, പട്ടിണിക്കാരുടെ റിപ്പബ്ലിക്, ഇന്ത്യയല്ലേ? എത്ര സ്ഥാനത്താ കയറി നിൽക്കുന്ന? 117 നമ്മളിപ്പോ 105, നാളെ ചിലപ്പോൾ 106, 107. മേപ്പെട്ടില്ലാതെ കീഴ്പ്പെട്ടില്ല. ഏറ്റവും കൂടുതൽ ദരിദ്രം 25 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരിൽ അവരാണ് തൊഴിലെടുക്കുന്ന ജനവിഭാഗം. ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരാരാ? ഇന്ത്യയിൽ.
ദാരിദ്ര്യത്തിന്റെ അളവ് വർദ്ധിക്കില്ലേ? ഇപ്പോൾ OECD രാജ്യങ്ങളിൽ സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടി 21% നീക്കി വയ്ക്കും. ഞാൻ ഏറ്റവും വികസിച്ച ഒരു 20 രാജ്യങ്ങൾ, 21 രാജ്യങ്ങൾ. ഇന്ത്യ 7%. ഏറ്റവും കുറവ്, ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം, സാമൂഹ്യക്ഷേമത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും കുറവ് നീക്കിയിരിപ്പ്. നികുതി ഘടനയുടെ മുൻഗണനാക്രമം എങ്ങനെയാ? GST നടപ്പിലാക്കി. GST നടപ്പിലാക്കിയതോടുകൂടി ഒരു പെട്ടിക്കട നടത്തി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാക്കി. അവന്റെ പീഡിയന്റെ മുന്നിലും എന്ത് വെക്കണം? GST നമ്പർ വെക്കണം. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് പച്ചക്കറി കടക്കാരൻ്റെ മുന്നിൽ, അവിടെയൊക്കെ ഇപ്പോൾ പാവപ്പെട്ട പച്ചക്കറി കടക്കാരൊക്കെ മറ്റേ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് ധനവിനിമയ രീതികൾ. ആൾക്കാരെ ഇത് നല്ല സുഖാന്നാ, മനസ്സിലായോ? കുറച്ചധികം ആൾക്കാർ കുറച്ചധികം നല്ല ഈ പഴ ജ്യൂസ് വിൽക്കുന്ന ജ്യൂസ് കടയിൽ കുറച്ചധികം ജ്യൂസ് വിറ്റ് ഇതിലൂടെ പണം പേ ചെയ്ത് പോയാൽ അതിൻ്റെ അളവ് അപ്പുറത്ത് എടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇൻകം ടാക്സിന് രാവിലെ നോട്ടീസ് അയക്കുമ്പോഴേ ഇവരറിയുള്ളൂ നമ്മൾ. അങ്ങനെയാണ് എല്ലാം അവിടേക്ക് കണക്കാക്കിയിട്ടാ. ഇപ്പൊ വിമാനത്താവളത്തിൽ എളുപ്പത്തിൽ കയറി പോകാൻ വേണ്ടി ഒരു ഡിജി യാത്രാ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ചു. അതിലൂടെ കൂടുതൽ സമയം കയറിപ്പോയാൽ അയാൾ അത്ര നികുതി അടച്ചു എന്ന് നോക്കാൻ വേറെ ആളവിടെ ഇരിക്കുന്നുണ്ട്. കൂടുതൽ തവണ വിമാനയാത്ര നടത്തിയവൻ ആ വിമാനയാത്രയുടെ അനുപാതത്തിൽ നികുതി അടച്ചിട്ടുണ്ടോ നോക്കാം. മനസ്സിലായോ? ഇലക്ട്രോണിക്സ് യന്ത്രത്തിന്റെ മുന്നുകൂടി ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ വളരെ സൗകര്യമായിരിക്കാം. സൗകര്യത്തിന്റെ ഒരു മറുപുറത്ത് ഇങ്ങനൊരു കാര്യമുണ്ട്. ഞാനത് പറഞ്ഞാൽ ചില TV ചാനലുകാരുണ്ട് നേരെ വക്രീകരിച്ച് നാളെ വേറെ കൊടുക്കുമെന്ന് എനിക്കറിയാം. എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. പറയാതിരിക്കാൻ പറ്റുമോ? അത് വളരെ കൃത്യമായി അളവങ്ങ് വർദ്ധിപ്പിച്ചു. നികുതിയുടെ അളവ് വർദ്ധിച്ചു. എന്താ സംഭവിച്ചിരിക്കുന്നത്? പാവങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ അളവ് ഇപ്പം എത്രയാണ്? 30% കൂടി. കോർപ്പറേറ്റ് മുതലാളിയിൽ നിന്ന് പിരിക്കുന്ന നികുതിയോ 22% ചുരുക്കി. മുതലാളിയുടെ നികുതി ചുരുക്കുക, മുതലാളിയുടെ ലാഭം വർദ്ധിക്കുക. 30%-ലേറെ ലാഭം വർദ്ധിച്ചു പോയ മുതലാളിക്ക് നികുതിയുടെ കാര്യം വരുമ്പോൾ ഇളവനുവദിച്ചു കൊടുക്കുക. പച്ചക്കറി വിറ്റും പഴം വിറ്റും മത്സ്യം വിറ്റും ജീവിക്കുന്ന മനുഷ്യനെ നികുതി ഘടനയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നികുതിയുടെ അളവ് പാവങ്ങളുടെ തലയിലേക്ക് കെട്ടിയേൽപ്പിക്കുക. കൂടുതൽ ഇവിടെ നടക്കില്ലേ? പൂർണ്ണമായ ഗവൺമെന്റിലേക്ക് വരുന്ന നികുതി പട്ടിക നോക്കും. പുതിയതിപ്പോ പൂർണ്ണമായി മറ്റൊരു വെട്ടിക്കുറച്ച് ഇവിടെ കൂട്ടിക്കൊടുത്തില്ലേ? ജനം ദരിദ്രനാവില്ലേ? സർക്കാർ ഖജാനയിലേക്ക് വരേണ്ട പണം, പൊതുമേഖല നിക്ഷേപം സർക്കാരിന്റെ നിക്ഷേപമല്ലേ? അത് സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുമ്പോഴോ ഗവൺമെന്റിന്റെ വരുമാനം കുറയില്ലേ? ഗവൺമെന്റിന്റെ വരുമാനം കുറയുമ്പോഴോ അധിക നികുതി അടിച്ചേൽപ്പിക്കുക, സാമൂഹ്യ സുരക്ഷയിൽ നിന്ന് പിന്മാറുക, പാവങ്ങളെ പൂർണ്ണമായി ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുക. ഏറ്റവും കൂടുതൽ ദരിദ്രരിൽ ഇന്ത്യയിൽ ഇപ്പൊ നടക്കേണ്ടതല്ലേ? രാജ്യത്തിന്റെ ഖനിജങ്ങൾ ആരെങ്കിലും ഈ കുത്തക മുതലാളിക്ക് വെറുതെ കൊടുക്കുവോ? മുഴുവൻ കൊടുത്തിരിക്കില്ലേ? 33% തുറമുഖങ്ങൾ, 25% വിമാനത്താവളങ്ങൾ, 20% സിമന്റ് വിൽക്കാനുള്ള അവകാശം, കൽക്കരി ഇറക്കുമതി ചെയ്യാനും കുഴിച്ചെടുക്കാനും വില നിശ്ചയിക്കാനും ഉള്ള അധികാരം കിട്ടുന്ന തരത്തിൽ ഇതൊക്കെ അദാനിക്കാണ്. ഇനി പ്രകൃതി സ്നേഹപരമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പരിസ്ഥിതി സഹകരമായ വൈദ്യുതി ഉൽപ്പാദന മേഖല പൂർണ്ണമായി, വൈദ്യുതിയുടെ വിതരണ ശൃംഖല കൂടുതൽ ലാഭം കിട്ടുന്ന മേഖല പൂർണ്ണമായി ഇവർക്ക് അങ്ങ് കൊടുക്കില്ലേ? എത്ര തുച്ഛമായ തുകയ്ക്കാണ് എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കൈമാറിയത്? ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ നടക്കുന്നുണ്ടോ? ഇപ്പോ കോർപ്പറേറ്റ് വൽക്കരണം മാത്രമാണോ? ഇതിന്റെ ഭാവി കോർപ്പറേറ്റ് നിയന്ത്രണം പൂർണ്ണമായി നമ്മുടെ ജനാധിപത്യത്തിൽ വരാൻ പോവില്ലേ? നയരൂപീകരണത്തിൽ അതിന്റെ സ്വാധീനം വരില്ലേ? കേന്ദ്രീകരണം വരുമ്പോൾ ഫെഡറലായ എല്ലാ ഭാഗവും ഇല്ലാതാവില്ലേ? സംസ്ഥാനങ്ങൾക്ക് ജനങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള കഴിവുണ്ടാവുമോ? കരുത്തുണ്ടാവുമോ? പൂർണ്ണമായി സംസ്ഥാനങ്ങളെ തകർത്തില്ല. കണ്ടില്ലേ? സാമ്പത്തിക ഫെഡറലിസം തകർത്തു. ആകെയുള്ള വരുമാനത്തിന്റെ വിതരണവുമായി ബന്ധപ്പെടുത്തിയ മേഖലയിൽ ഇപ്പോ 16-ാം ധനകാര്യ കമ്മീഷൻ വലിയ ചർച്ച നടക്കില്ലേ? കേരളത്തിന്റെ മുന്നിൽ നിൽക്കില്ലേ? ഏതെങ്കിലും സംസ്ഥാനത്തിന് നിൽക്കാൻ കഴിയുമോ? അതിന്റെ സ്വതന്ത്രമായ വരുമാനം ചെയ്യേണ്ടവല്ലേ? അവരവിടെ ചെയ്യണ എന്താ? സംസ്ഥാനങ്ങൾക്ക് കുറയ്ക്കുക, കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത് അതിന്റെ ഭാഗമായി സ്വന്തം വരുമാനം അടയുന്നതിന്റെ ഗ്യാപ്പ് നികത്തുകയാണ്. അപ്പോ
എല്ലാം അങ്ങ് കൊടുത്തു. ലോകത്തെവിടെയെങ്കിലും ഇപ്പം അങ്ങനെ നടക്കുന്നുണ്ട്? ലോകത്ത് മുതലാളിത്തം കെട്ടിപ്പടുക്കുന്നുണ്ട്. പക്ഷെ ഇത്ര കൂടുതൽ, ഇത്ര വേഗത്തിൽ ലാഭമെടുക്കാൻ അത്യപൂർവം ചരിത്ര സന്ദർഭങ്ങളിലേ ലോക മുതലാളിത്തത്തിന് സാധിച്ചിട്ടുള്ളൂ. അതിലൊന്നിന്റെ ഇരയാണ് ഇന്നത്തെ ഇന്ത്യ. ഓരോ മനുഷ്യനും ദരിദ്രനാവുകയാണ്. അവന്റെ എല്ലാ സ്വപ്നങ്ങളും കരിഞ്ഞുണങ്ങുകയാണ്. അവന്റെ കുട്ടിക്കൊരു മികച്ച വിദ്യാഭ്യാസമില്ല, തൊഴിലില്ല. എങ്ങനെ നിൽക്കും? സമ്പദ്ഘടനയുടെ മേലെ നിയന്ത്രണം പോയില്ലേ? ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഒരു മികച്ച സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ ഇന്ത്യയുടെ ഇക്കണോമിയുടെ വലുപ്പം വെച്ചുകൊണ്ട് പ്രഖ്യാപനം ഞങ്ങൾ 4ാമത്തേതാണ്, 3ാമത്തേതാവുന്നു എന്നാണ്. 12% GDP ഗ്രോത്ത് വേണം ഇന്ത്യക്ക്, വളർച്ച വേണം ഇന്ത്യക്ക് ഒരു മിതമായ തരത്തിൽ ജനങ്ങളെ സഹായിക്കാൻ, വളർച്ച ഉണ്ടെന്ന് പറയാൻ. ഈ ആനുകൂല്യം മുഴുവൻ മുതലാളിക്ക് നൽകി അതിന്റെ വരുമാനത്തിന്റെ സമ്പത്തിന്റെ ഏതാണ്ട് 25-30% കോർപ്പറേറ്റിന്റെ കയ്യിൽ എത്തിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? വളർച്ചാ നിരക്ക് 5.4%-ലേക്ക് GDP വളർച്ചാ നിരക്ക് താണുപോയി. 4% മുകളിലേക്ക് പണപ്പെരുപ്പ് നിരക്ക് കയറി. അപ്പൊ GDP വളർച്ച കുറയുക, പണപ്പെരുപ്പ് നിരക്ക് കൂടുക, രൂക്ഷമായ തൊഴിലില്ലായ്മ വരിക. സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് നോക്കിയാൽ അതിരൂക്ഷമായ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നിടത്ത് ധനഘടന, സാമൂഹ്യഘടന ക്ഷീണിക്കുകയാണ്. അതിൻ്റെ കൂടെ പണപ്പെരുപ്പും കൂടി വരുമ്പോൾ അത് മരണമടയുകയാണ്. ഒരു ഭാഗത്ത് ക്ഷീണിക്കുകയും മറുഭാഗത്ത് മരണമടയുകയും ചെയ്യുന്ന തരത്തിലേക്ക് സമ്പദ്ഘടന കൈകാര്യം ചെയ്യുന്നിടത്ത് പാവങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും പുരോഗമിക്കും. അപ്പൊ ബഡ്ജറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? ബഡ്ജറ്റ് വരുമ്പോൾ സാധാരണക്കാരനെ സഹായിക്കുന്ന ഭാഗം അങ്ങ് വെട്ടിപ്പോകും. ഇപ്പോൾ അധികാരത്തിലേക്ക് വന്ന മോദിയുടെ യൂണിയൻ ബഡ്ജറ്റ് നോക്കും നിങ്ങൾ. എന്താ ചെയ്തേ? വളരെ കൃത്യമായിട്ട് ഫെർട്ടിലൈസർ സബ്സിഡി 60,000 കോടി അങ്ങ് വെട്ടിക്കുറച്ചു. ആർക്കുള്ളതാ? ദരിദ്ര കൃഷിക്കാരനുള്ളതാ. ഇന്ത്യയുടെ തെരുവിൽ കൃഷിക്കാരൻ തകർന്ന് തരിപ്പണമായി സമരം ചെയ്ത് പ്രതിരോധിക്കുന്നിടത്ത് അവനെ സഹായിക്കുന്നതിന് പകരം, അവൻ പറയുന്നത് കേൾക്കുന്നതിന് പകരം ഇവർ മനുഷ്യത്വഹീനമായി 60,000 കോടി വെട്ടിക്കുറയ്ക്കുമ്പോൾ ഇന്ത്യയുടെ കാർഷിക വളർച്ച എവിടെ പോയി നിൽക്കും? തട്ടിപ്പോയില്ലേ? പട്ടിണി കിടക്കുന്ന ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പണം വെട്ടിക്കുറച്ചാലോ? വിദ്യാഭ്യാസ മേഖലക്കുള്ള പണം വെട്ടിക്കുറത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ആരോഗ്യ മേഖലക്ക് വെട്ടിക്കുറക്കുന്നു. MNRG ഏറ്റവും വലിയ തൊഴിലുറപ്പ് പദ്ധതിയാണ്. 86,000 കോടി, അതിൽ നേരെ പകുതിയിലേറെ കഴിഞ്ഞ കാലഘട്ടത്തിന് വളരെ തുച്ഛമായ തുക. ഏതാണ്ട് 4 കൊല്ലം മുമ്പുള്ളതിന്റെ 1/4 ഇപ്പോ MNRGക്ക് നീക്കി വെക്കുന്നത്. ദാരിദ്ര്യത്തിന്റെ അളവ്, ദാരിദ്ര്യവൽക്കരണത്തിന്റെ അളവ്, ജീവിത തകർച്ചയുടെ അളവ്. ഇപ്പോ ലാൻഡ് റിഫോംസ് ഉണ്ടോ? ഭൂപരിഷ്കരണം ഉണ്ടോ? അതോ ഭൂബാങ്കുകളിലാക്കി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭൂമി പിടിച്ചു കൊടുക്കണോ? ഞാൻ ഇന്നലെ വരുമ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്ത ആള് പറഞ്ഞു, ധാരാവി എന്നൊക്കെ, ധാരാവിയിൽ പറയേണ്ട കാര്യം സിനിമയിൽ പറഞ്ഞിട്ട് ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ധാരാവിയിൽ ഇപ്പോൾ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. വീടൊക്കെ മാറ്റിപ്പണിയാ. ആരാ? അദാനിയാ. അദാനിന്റെ എക്സിക്യൂട്ടീവ് എൻ്റെ കൂടെ വരുമ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ മാറ്റി കൊടുക്കണം. അപ്പം ഞാൻ ചോദിച്ചു, അദാനിക്ക് എന്താ ലാഭം? അദാനി അതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ബിസിനസ് കോംപ്ലക്സുകളുണ്ട്, അതന്നെ ലാഭം. ഇപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ആരെ വിളിച്ചോണ്ടിരുന്നത്? അദാനിന്റെ ഒരു മഹാമനസ്കതി. ഏറ്റവും പ്രൈം ലൊക്കേഷൻ ബോംബെയിലെ, അവിടെ ഉള്ള കെട്ടിടമൊക്കെ പൊളിച്ചു മാറ്റി പുതിയ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പകുതി പണം സർക്കാർ കൊടുക്കും, കുറച്ച് അദാനി കൊടുക്കും. അതിന്റെ ഭാഗമായി അദാനിക്ക് കിട്ടുന്നതോ അതിന്റെ എല്ലാ നല്ല ഭാഗവും അദാനിക്കാണ്. അതാണ് കോർപ്പറേറ്റുകൾക്ക് രാജ്യം വീതിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. നടക്കുകയാണ് പൂർണ്ണമായിട്ട്. കോർപ്പറേറ്റ് പിന്തുണയിലാണ് ഇവർ ഇത് ചെയ്യുന്നത്. അവരുടെ ഹിന്ദുത്വ അജണ്ട റെസിപ്രോക്കലായി ഇപ്പുറത്തേക്ക് കോർപ്പറേറ്റിന്റെ ലാഭ താല്പര്യം, മറുഭാഗത്ത് അതിസാധാരണ മനുഷ്യന്റെ ജീവിതത്തിന്റെ പൂർണ്ണമായ തകർച്ച, പ്രതീക്ഷകളില്ലാത്ത, പ്രത്യാശകളില്ലാത്ത, ദാരിദ്ര്യത്തിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യരെ സൃഷ്ടിക്കുക. അവിടെ അതിനെതിരായി വിരൽ ചൂണ്ടിയാൽ അമിതാധികാരത്തിന്റെ എല്ലാ കരുത്തും ഉപയോഗിക്കുക എന്നുള്ള നിലയിൽ ഇന്ത്യ തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ.
ഇതിനെ ചോദ്യം ചെയ്യാനാവൂ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ചെയ്യാനുള്ള സാധ്യതയെയാണ് തീവ്ര വർഗീയവൽക്കരണം കൊണ്ടും ജാതിവൽക്കരണം കൊണ്ടും ഇവർ തകർക്കുന്നത്. ഏതൊരാൾക്കും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ മിതമായ ഒരു അറിവില്ലാതെ ഒരു രാജ്യഭരണം നടത്താൻ കഴിയും. ഈ നടപ്പിലാക്കുന്ന നയങ്ങൾ എവിടെ നിന്നാണ് കടമെടുക്കുന്നത്? ഇത് പൂർണ്ണമായി കടമെടുക്കുന്നത് ആഗോളവൽക്കരണത്തിന്റെ ലോക മുതലാളിത്ത ആശയങ്ങളിൽ നിന്നാണ്. അത് നടപ്പിലാക്കവിടെ അതിന്റെ പ്രയോഗശാലയ്ക്ക് ഇന്ത്യയെ. അപ്പോ ജനവിരുദ്ധമായ ഒരു നയം, ഒരു പ്രത്യയശാസ്ത്രം, അതിന്റെ നടത്തിപ്പ്, മുതലാളിക്ക് കൊള്ളലാഭം, BJPക്ക് തീവ്ര ഹിന്ദുത്വം, അങ്ങനെ പോകുന്നു. മറുഭാഗത്തോ ആ നയം ഇങ്ങോട്ട് അതുപോലെ ഇങ്ങോട്ട് പറിച്ചു നടല്ലേ. എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. ഇന്നത്തെ ലോകകർമ്മത്തിന്റെ പ്രത്യേകത എന്താ? ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയിൽ, ഒരു സാമ്പത്തിക ആസൂത്രണ രീതി എന്നുള്ള നിലയിൽ മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ ഘടനാപരമായ പരാജയം നേരിടുന്ന ഒരു ചരിത്ര സന്ദർഭമാണിത്. സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം ഏകധ്രുവ ലോകമുണ്ടാക്കി നിയന്ത്രണരഹിതമായ ചൂഷണം അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും പ്രാവർത്തികമാക്കി മനുഷ്യാധ്വാനത്തിൻ്റെ നന്മകൾ മുഴുവൻ കോർപ്പറേറ്റ് മുതലാളിക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന തരത്തിൽ ലോകക്രമത്തിൻ്റെ പുനഃസംഘാടനമാണ് 1991 മുതൽ ആസൂത്രണം ചെയ്ത് പ്രാവർത്തികമാക്കിയത്. കമ്മ്യൂണിസ്റ്റുകളുടെ പ്രത്യേകത മുതലാളിത്തത്തിൽ സൂക്ഷ്മമായി നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മുതലാളിത്തത്തിനുള്ളതിൻ്റെ പൊതു കുഴപ്പം എന്ന മുതലാളിത്തത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഭാഗത്തെ തിരിച്ചറിഞ്ഞതാണ് മാർക്സിസത്തിന്റെ പ്രത്യേകത. എന്താ സംഭവിച്ചത്? ഒന്നൊന്നായി സാമ്പത്തിക പൊതുകുഴപ്പങ്ങളിലേക്ക് മുതലാളിത്തം പോയി. എല്ലാ മുതലാളിത്ത രാജ്യങ്ങളിലും അത് ഒരുപോലെ പ്രതിഫലിച്ചു. വലിയ സാമ്പത്തിക തകർച്ച അനുഭവിക്കേണ്ടി വരാത്ത ഏത് രാജ്യമാണുള്ളത്? അധ്വാനിക്കുന്ന മനുഷ്യർക്കാണ് അതിന്റെ നഷ്ടമുണ്ടായത്. അവന്റെ വരുമാനവും ചെറിയ സമ്പാദ്യവുമാണ് ഇല്ലാതായി പോയത്. അവന്റെ വീടിന്റെ മൂല്യമാണ് ഇല്ലാതായത്, അവന്റെ ഭൂമിയുടെ മൂല്യമാണ് ഇല്ലാതായത്, അവന്റെ തൊഴിലിന്റെ മൂല്യമാണ് ഇല്ലാതായത്. അനുഭവിച്ചത് മുഴുവൻ പാവപ്പെട്ടവർ. എല്ലാ സാമൂഹ്യ സുരക്ഷയിൽ നിന്നും പിന്മാറാൻ ഭരണകൂടത്തിന് സാധിച്ചു. സോവിയറ്റ് യൂണിയൻ നിലനിന്നപ്പോൾ ലോകത്തെ സോഷ്യൽ ഡെമോക്രസി രൂപപ്പെടുത്തിയല്ലോ. എന്താ സോഷ്യൽ ഡെമോക്രസി? ഇത് സാമൂഹ്യ സുരക്ഷ ഉറപ്പായി കൊടുത്തു. തൊഴിലില്ലായ്മ വേതനം, തൊഴിൽ നഷ്ടപ്പെട്ടാൽ ആ സമയത്ത് ശമ്പളത്തിന്റെ നിശ്ചയ ശതമാനം, ഇൻഷുറൻസ് സംവിധാനങ്ങൾ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ സുരക്ഷ, ഇതൊക്കെ ഉറപ്പേൽക്കില്ലേ അന്നത്തെ സോഷ്യൽ ഡെമോക്രസി. ആ നിലയിൽ അത് രൂപപ്പെടുത്തിയല്ലോ. കമ്മ്യൂണിസം പെടാതിരിക്കാനാ. സോവിയറ്റ് യൂണിയൻ പോയപ്പോഴോ? സോവിയറ്റ് യൂണിയൻ പോയപ്പോൾ സോഷ്യൽ ഡെമോക്രസി ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളുണ്ടോ? ആ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് സോഷ്യൽ ഡെമോക്രസി മുന്നിൽ വെച്ചിരുന്ന സാമൂഹ്യ സുരക്ഷയുടെ ഭാഗം വായിച്ചു കളഞ്ഞ രാഷ്ട്രീയ പാർട്ടികളായിട്ട് അത് പരിണാമം ചെയ്തു. അപ്പോ വലിയ തോതിൽ പാവങ്ങളുടെ അവകാശങ്ങളുടെ നിഷേധം നടന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ വിവിധ വികസിത മുതലാളിത്ത രാജ്യങ്ങളുടെ സമ്പദ്ഘടന വലിയ തകർച്ചയിലേക്ക് പോകുന്നു. ഇപ്പൊ US തന്നെ 2.7% GDP വളർച്ച, അതിൻ്റെ ഇടയിൽ തന്നെ വലിയ സാമ്പത്തിക തകർച്ചകൾ, കുഴപ്പങ്ങൾ അനുഭവിച്ചില്ലേ? അവിടുന്നല്ലേ തുടങ്ങിയത്? അവിടെയല്ലേ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും ആദ്യം തകർന്നു പോണത്, വലിയ പ്രതിസന്ധിയിലേക്ക് പോയത്. എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോണ്ട. പക്ഷെ നോക്കൂ, ഇപ്പൊ വല്ല പുരോഗതിയില്ല. യൂറോപ്പിലേക്ക് മുഴുവൻ നോക്കിയാൽ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും അതിരൂക്ഷമായ പ്രശ്നങ്ങൾ നേരിടുക. രൂക്ഷമായ തൊഴിലില്ലായ്മ, സാമ്പത്തിക വളർച്ച മുരടിച്ചു നിൽക്കുന്നു. ബ്രിട്ടൻ എത്ര വലിയ തൊഴിലില്ലായ്മ! ശമ്പളം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ശമ്പള വർധന ആവശ്യപ്പെട്ടവർക്ക് 10 കൊല്ലം ഉള്ളത്, 12 കൊല്ലം ഉള്ളത് ആ ജീവിത നിലവാര സൂചികയ്ക്ക് അനുസരിച്ച് തരാം എന്നാണ് പറയുന്നത്. അവർ കൂട്ടിവെക്കേണ്ട ആൾക്കാർ. വർധനമൊന്നും ഇന്നത്തെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഒരു 10 കൊല്ലം മുമ്പുള്ള ശമ്പളത്തിന്റെ തുല്യമായ ശമ്പളമാണ് ഇപ്പോൾ തൊഴിലാളിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വന്ന വിലക്കയറ്റം, അതിൻ്റെ ഇടയിൽ ഉണ്ടായ മറ്റ് പ്രയാസം,
ഇതൊക്കെ എങ്ങനെ തൊഴിലാളി അഭിമുഖീകരിക്കുക? ഇതാണ് യൂറോപ്പിലെ പൊതുസ്ഥിതി, ഇതാണ് ഇംഗ്ലണ്ടില്, ഇതാണ് ഫ്രാൻസില്, ഇതാണ് ജർമ്മനിയില്. വികസിത മുതലാളിത്ത രാജ്യങ്ങൾ മുഴുവൻ ഈ പ്രതിസന്ധിയിലാണ് മുതലാളിത്തം. വലിയ തൊഴിലില്ലായ്മയാണ്, വലിയ സാമ്പത്തിക കുഴപ്പങ്ങളാണ്. തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും സാമ്പത്തിക കുഴപ്പങ്ങളും ദാരിദ്ര്യവൽക്കരണവും നടക്കുകയാണ്. മുതലാളിമാർക്ക് ബുദ്ധിമുട്ടായിട്ടില്ല, കോർപ്പറേറ്റിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കോർപ്പറേറ്റുകളെ സഹായിക്കാൻ സ്റ്റിമുലസ് പാക്കേജുകൾ വെച്ചു കൊടുത്തു, ഉത്തേജകം, ഗവൺമെന്റിന്റെ സഹായം. പാവങ്ങൾക്കോ അതൊന്നും കിട്ടിയില്ല. ദാരിദ്ര്യവൽക്കരണം. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്തുണ്ടാവും, വേറൊരു ഭാഗത്തോ ഇതിനെയും വലതുപക്ഷം ഉപയോഗിക്കും. അതാണ് ഇന്നത്തെ ലോകഘടനയുടെ ഒരു പ്രത്യേകത. രാഷ്ട്രീയ വലതുപക്ഷം സോഷ്യൽ ഡെമോക്രസിയുടെ ആശയപാപ്പരത്വവും ഈ സാമ്പത്തിക തകർച്ചയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള വലതുപക്ഷ ആശയപ്രചരണം നടത്തുന്നു. ലോകത്തിന്റെ വികസിത രാജ്യങ്ങളിൽ വലതുപക്ഷ ഗവൺമെന്റുകൾ ഉണ്ടാവുന്നു. ഇപ്പൊ ട്രംപ് ഏറ്റവും തീവ്ര വലതുപക്ഷക്കാരനായ ഭരണാധികാരി ഇപ്പൊ അമേരിക്കയിൽ ജയിച്ചു. വംശീയതയാണ്, ഇസ്ലാമോഫോബിയാണ്, കുടിയേറ്റ വിരുദ്ധതയാണ് പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ ലോകത്തെ എല്ലാ നികുതി ഒരുപോലെ ആക്കണം എന്ന് പറയുന്ന സാമ്രാജ്യത്വത്തിന്റെ കേന്ദ്രമായ അമേരിക്കയിൽ ഇപ്പൊ അധികാരത്തിലേക്ക് വന്ന പ്രസിഡന്റ് പറയുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 1-ാം സ്ഥാനം, പുറത്തുനിന്നുള്ള സ്ഥാനത്തിന് നികുതി, അതിൽ തന്നെ കൂടുതൽ നികുതി ചൈനയ്ക്ക്, പിന്നത്തെ നികുതി ഇന്ത്യക്ക്, പിന്നത്തെ നികുതി യൂറോപ്യൻ യൂണിയന്, നികുതി ഘടന താരിഫ് വർദ്ധിപ്പിക്കുമെന്നുള്ള പേടിപ്പിക്കൽ. അങ്ങനെയല്ലേ? എന്തൊരു കുഴപ്പമാണ് ലോക മുതലാളിത്തത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഘടനാപരമായ തകർച്ച മുതലാളിത്തത്തിൽ സംഭവിക്കുകയാണ്. ഓരോ ലോകരാജ്യത്തും നമുക്കത് കാണാൻ കഴിയും. പക്ഷേ അതിനകത്ത് നിന്ന് വലതുപക്ഷ മൂല്യബോധം ശക്തിപ്പെട്ടു വരുന്നു. ആളുകൾക്ക് എന്താണ് തങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ കാര്യങ്ങളെ മറ്റൊരു തരത്തിലേക്ക് വഴിതിരിപ്പിച്ചു വിട്ട് വലതുപക്ഷ പാർട്ടികൾ അധികാരം പിടിക്കുമ്പോൾ ട്രംപ് ജയിച്ചു. ഇറ്റലിയിലെ ഒരു ഭരണാധികാരി മെലോണി വലിയ വലതുപക്ഷക്കാരിയാണ്. യൂറോപ്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷ വിജയം കാണാൻ കഴിയും. ജർമ്മനി തന്നെ ഇപ്പോ ഇടക്കാലത്ത് ജയിച്ച ഭരണാധികാരിക്ക് ഭരണം നഷ്ടപ്പെട്ട് വലിയ തോതിൽ അപകടകരമായ രൂപത്തിലേക്ക് ജർമ്മനി പോവാണ്. ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും. അപ്പൊ അപകടകരമായൊരു സാഹചര്യം അതിലൂടെ രൂപപ്പെടുന്നുണ്ട്. വ്യവസ്ഥ എന്നുള്ള നിലയിൽ മുതലാളിത്തം അത്തരമൊരു സന്ദർഭത്തിൽ എങ്ങനെ പെരുമാറും? വളരെ വലിയ തോതിൽ അത് ലോകത്ത് തന്നെ അക്രമോത്സുകമായ ഒരു യുദ്ധനിർമ്മിതി നടത്തുകയാണ്. ഇപ്പൊ ഇസ്രായേൽ, ഗസ എത്ര ദിവസമായി, എത്ര മാസങ്ങളായി ആ യുദ്ധം നടക്കില്ലേ? എത്ര നിരപരാധികളെയാണ് നിഷ്കരുണം കൊന്നൊടുക്കുന്നത്? എന്തുകൊണ്ട് സാധിക്കുന്നു? സാമ്രാജ്യത്തെ പിന്തുണയില്ലാതെ ആ ഒരു യുദ്ധം നടക്കുമോ? ഇസ്രായേലിന്റെ യുദ്ധം ഗസയിൽ ഒതുങ്ങുന്നുണ്ടോ? ലെബനനിൽ ബോംബിടുന്നതാരാ? യമനിൽ ബോംബിടുന്നതാരാ? സിറിയയിൽ ബോംബിടുന്നതാരാ? ഒക്കെ ഇസ്രായേലല്ലേ? അപ്പൊ ഇതൊരു ഗസയിൽ നിന്ന് പോയ ഹമാസിന്റെ ഒരു ഡ്രോൺ പോയതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണമാണോ ഈ കാണുന്നത്? ആ ഡ്രോണും സിറിയായിട്ട് എന്താ ബന്ധം? ആക്രമണം നടത്തില്ലേ? സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം ഉണ്ടായ രൂപപ്പെട്ട യുദ്ധങ്ങളിലേക്ക് നോക്കൂ. ഇറാൻ ആക്രമിക്കാൻ നോക്കുന്നു എല്ലാ ദിവസവും അവരെ. ഇറാഖ് 2 തവണ ഇറാഖിൽ യുദ്ധം ഉണ്ടായി. ആ യുഗോസ്ലാവിയൻ ഭിന്നിക്കപ്പെട്ട കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, സിറിയ, ലീബിയ, എത്ര യുദ്ധങ്ങൾ, ഉക്രൈൻ, യുദ്ധങ്ങൾ ഇങ്ങനെ നടക്കല്ലേ ഇപ്പൊ ലോകത്ത്? ഈ യുദ്ധങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താ? ഒരു യുദ്ധവും അടുത്ത യുദ്ധവും തമ്മിലുള്ള വ്യത്യാസം ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ നവീകരിച്ച ആയുധങ്ങൾ മറ്റേ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുള്ളതാണ്. അതാണ് യുദ്ധം, അതിനുള്ളതാണ് യുദ്ധം. ഓരോ ആയുധവും നവീകരിക്കപ്പെടുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന കൊള്ളലാഭത്തിന്റെ അളവ് അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകൾ കിട്ടുകയാണ്. അതാണ് ഇപ്പൊ ഇന്ത്യ, ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് 1,26,000 കോടി രൂപയുടെ ആയുധമാണ് അമേരിക്കയിൽ നിന്ന് മേടിച്ചത്.
3 ഡ്രോൺ ബേസ്ഡ് ആയുധം മേടിക്കാൻ ഏതാണ്ട് 10-60,000 കോടി രൂപയാണ് ഇന്ത്യയിൽ വയ്ക്കിയത്. കൂടുതൽ ആയുധങ്ങൾ മേടിക്കും. സൗദി അറേബ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്ന രാജ്യം ഇന്ത്യയാണ്. ലക്ഷക്കണക്കിന് കോടിയാണ് അങ്ങോട്ട് പോകുന്നത്. ഓരോ ആയുധവും നവീകരിക്കപ്പെടുകയാണ്. ഈ നവീകരിച്ച ആയുധങ്ങളുടെ പരീക്ഷണശാലയാണ് ഈ യുദ്ധങ്ങൾ. ആ യുദ്ധഭൂമിക്ക് താഴെ വലിയ തോതിലുള്ള എണ്ണ നിക്ഷേപമുണ്ട്. അത് കീഴ്പ്പെടുത്തലാണ് അമേരിക്കയുടെ ലക്ഷ്യം. പ്രകൃതി വിഭവങ്ങളുടെ കൈവശപ്പെടുത്തലാണ്. മറുഭാഗത്ത് യുദ്ധമുണ്ടാക്കലാണ്. മൂന്നാമതൊരിടത്ത് ആ യുദ്ധത്തിലൂടെ കൊള്ളലാഭം ഉണ്ടാക്കലാണ്. വലതുപക്ഷ രാഷ്ട്രീയം പൂർണ്ണമായി നടപ്പിലാക്കലാണ്. ജനാധിപത്യം ഉണ്ടാക്കാനല്ലേ പോയത്? ഏതെങ്കിലും രാജ്യത്ത് ജനാധിപത്യം ഉണ്ടായോ? അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കൂ, എത്ര പ്രാകൃതമാണ് അവിടുത്തെ ഇന്നത്തെ അവസ്ഥ. വെള്ളം കോരുന്നത് നോക്കാൻ പാടില്ല എന്നാണ്. മനസ്സിലായ ഞങ്ങൾ? വെള്ളം കോരുന്നതേ നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യ വെള്ളം കോരുന്നുണ്ട് അവിടെ നമ്മളെ പറമ്പിലെ കിണറ്റിൽ. അങ്ങോട്ട് നോക്കിയാൽ അമ്മ പിടിച്ചോണ്ട് പോകും. അതിനപ്പോൾ ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഞാനൊരു വർഗീയവാദിയോ? നടന്നുകൊണ്ടിരിക്കുക അവിടെ. മാത്രമല്ല ജനലിൽ കൂടി കാണാൻ പാടില്ല സ്ത്രീയെ. ജനലിൻ്റെ ഉള്ളിൽ കൂടി സ്ത്രീയെ കാണുന്ന ജനലുകളെല്ലാം ഒഴിവാക്കിയതവരുടെ. കിണറ്റുംകരയ്ക്ക് നോക്കാൻ പാടില്ല. എങ്ങനെ ഉണ്ടാവും? എവിടെ എത്തിയിരിക്കുന്നു? എന്തായിരുന്നു അവിടെ സ്ഥിതി? ആ നാട് ഏറ്റവും ഗ്രഹാതുരത്വത്തോടുകൂടി ഇപ്പോൾ ഓർക്കുന്നത് നജീബുള്ളയുടെ ഭരണകാലമാണ്. സോവിയറ്റ് പിന്തുണയിൽ ആ നാട്ടിലൊരു ഭരണം ഉണ്ടായിരുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന, എല്ലാവരും മനുഷ്യ അവകാശങ്ങൾ അംഗീകരിച്ച് കിട്ടിയ ഒരു കാലം. ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ 2 ദശാബ്ദത്തിന്റെ യുദ്ധവും പിന്നീട് അതിനകമ്പടിയായി വന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ ഭരണവുമായപ്പോൾ ലോകത്തിലെ ഏറ്റവും പട്ടിണി കിടക്കുന്ന മനുഷ്യന്റെ രാജ്യമായി അഫ്ഗാനിസ്ഥാൻ മാറി. ആ പട്ടിണിക്കാരൻ പുറത്തേക്ക് നോക്കിയാൽ അവന്റെ മുതുകിൽ ചാട്ടവാറടി വീഴുന്ന, അവനെ കൽത്തുറുങ്കിലടക്കുന്ന കിരാതമായ കാലം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഇങ്ങനെ നടക്കുക. അതിന്റെ അപ്പുറത്തേക്ക് നോക്കൂ. എവിടെയെങ്കിലും ജനാധിപത്യം തിരിച്ചു വന്നോ? അസ്ഥിരീകരണമല്ലേ ഉണ്ടായത്? ഒരു വലിയ ഭൂവിഭാഗത്തിലാകെ രാഷ്ട്രീയ അസ്ഥിരീകരണം. അവിടുന്ന് മനുഷ്യൻ പലായനം ചെയ്യേണ്ട സ്ഥിതി, ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി, യൂറോപ്പിൽ അഭയാർത്ഥിയായി അലയേണ്ട സ്ഥിതി. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കില്ലേ? ഇതാണ് മുതലാളിത്തത്തിന്റെ പരാജയം. എന്തുകൊണ്ട് നമ്മളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായി എന്നതിന്റെ അഭിമാനം നമുക്ക് തോന്നുന്നത് ഇത്തരം സന്ദർഭത്തിലാണ്. ഈ തിന്മയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന അഭിമാന ബോധം ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടാവുന്ന സന്ദർഭമാണിത്. മനുഷ്യരാശിക്കു നേരെ ഇത്രയേറെ വലിയ കടന്നാക്രമണം മുതലാളിത്തവും അതിന്റെ സമകാല രൂപങ്ങളും ചെയ്യുന്ന സന്ദർഭത്തിൽ വളരെ വലിയ തോതിലുള്ള പ്രതിരോധം രൂപപ്പെടുത്തുക എന്ന മഹനീയമായ ചരിത്ര ദൗത്യത്തിന്റെ നിർവഹണം നടക്കണം. അത് നടക്കുന്നുണ്ട് ലോകത്ത് പല ഭാഗത്തും. അതിന്റെ പ്രതിരോധ രൂപങ്ങൾ വലിയ പ്രക്ഷോഭ സമരങ്ങളായിട്ട് പല ലോകരാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. സമരമില്ലാത്ത നാടില്ല. ഇപ്പൊ നമ്മളിവിടെ ഒരു സമരം നടത്തിയാൽ അത് സഹിക്കാൻ വയ്യാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. സഹിച്ചൂടാ, അയ്യോ സമരോ പ്രകടനോ? പ്രകടനം നടത്താം, റോട്ടിൽ കൂടി നടത്തണ്ട, മലയിൽ കൂടി നടത്താൻ ഇതാണ്. മലയിൽ പോയിട്ട് ആരെങ്കിലും പോകണം നടത്തുക. പാർലമെന്റിലേക്ക് പോകാൻ വയ്യ, കാരണം ഇതൊക്കെ കോടീശ്വരന്മാർ കൈവശപ്പെടുത്തി. ഇന്ത്യൻ പാർലമെന്റൊക്കെ കോടീശ്വരന്മാർക്കുള്ളതാ. അപ്പൊ നമുക്ക് റോട്ടിലൊരു പ്രകടനമെങ്കിലും നടത്തണം എന്ന് നമ്മൾ പറഞ്ഞവരെ പിടിക്കും വരും. ഈ തെരുവെങ്കിലും വിട്ടു തരൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഞങ്ങൾക്ക് സമരം ചെയ്യാൻ ഈ തെരുവ്, അതിന് കാശ് കൊടുക്കണ്ടല്ലോ. ലോകത്ത് മുഴുവൻ ശക്തമായ പ്രക്ഷോഭങ്ങളുണ്ട്. അമേരിക്കയിലില്ലേ? അമേരിക്കക്കകത്ത് ഇത്രയേറെ പ്രക്ഷോഭങ്ങൾ വന്നൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? തൊഴിലാളി പ്രക്ഷോഭങ്ങളാ. ഇംഗ്ലണ്ടിലോ റെയിൽവേ തൊഴിലാളി, മറ്റേ നഴ്സുമാര്, അങ്ങനെ കണ്ടുള്ളത്. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും വലിയ പ്രക്ഷോഭ സമരങ്ങളാണ്. ആ പ്രക്ഷോഭ സമരങ്ങളുടെ കരുത്തിലാണ് ഫ്രാൻസില് തെരഞ്ഞെടുപ്പ് തൊട്ടുമ്പ് വലതുപക്ഷം ജയിക്കുന്നു, ലീ പെന്നിന്റെ പാർട്ടി യൂറോപ്യൻ പാർലമെന്റിലേക്ക്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 5-4% ജനങ്ങളുടെ പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷം. ജനം മുന്നിലേക്ക് വന്നപ്പോൾ 20% ജനങ്ങൾ വോട്ട് കിട്ടിയില്ലേ? ഒന്നാമത്തെ പാർട്ടിയായില്ലേ? 4 പ്രധാനമന്ത്രിമാരിപ്പോ വെച്ചിരിക്കുക. ഭൂരിപക്ഷം ഇല്ലാത്തവരെ അവിടുത്തെ പ്രസിഡന്റ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കമ്മ്യൂണിസ്റ്റുകാരാ, ഇടതുപക്ഷക്കാരാ. വിളിച്ചിട്ടില്ല, അത് വേറെ. ജനങ്ങൾ വരില്ലേ? പ്രക്ഷോഭ സമരങ്ങൾ ശക്തിപ്പെടും എല്ലായിടത്തും. ലോകത്തിന്റെ ഈ ലോക ചിത്രം നോക്കിയാൽ വലിയ തോതിലുള്ള പ്രക്ഷോഭ സമരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. കീഴടങ്ങലിൻ്റെതല്ല. കുറെ ഭൂപ്രദേശങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധമായ സർക്കാരുകൾ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു കാണാൻ കഴിയും. ലാറ്റിൻ അമേരിക്കയിൽ നോക്കിയാൽ 2-3 രാജ്യങ്ങളിൽ മാത്രമാണ് പ്രോ അമേരിക്കൻ ഗവൺമെന്റുകളുണ്ട്. അർജന്റീന,
പെറു, പരഗ്വ, 2-3 രാജ്യങ്ങൾ. ബാക്കിയൊക്കെ പൂർണ്ണമായി അമേരിക്കൻ അനുകൂല രാജ്യങ്ങളില്ല. പൂർണ്ണമായി ഇടതുപക്ഷം എന്ന് ഞാൻ പറയില്ല, പക്ഷെ അമേരിക്കൻ അനുകൂല രാജ്യങ്ങളില്ല. കുറെ ഇടതുപക്ഷ രാജ്യങ്ങളുണ്ട്. പണ്ടൊരു ക്യൂബ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുത്തുനിൽപ്പുണ്ട്. ചൈനയെ തകർക്കാൻ എന്തെല്ലാം പരിശ്രമം നടന്നു, എന്തെല്ലാം പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അമേരിക്ക അതിന്റെ എല്ലാ കരുത്തും ഉപയോഗിക്കുന്നുണ്ട്. ആ ഉക്രൈൻ യുദ്ധത്തിന്റെ രൂപഘടനയിലേക്ക് നോക്കിയാൽ അത് കേവലം ഉക്രൈനെ ലക്ഷ്യമാക്കിയതല്ല, റഷ്യയെ ലക്ഷ്യമാക്കിയതല്ല, റഷ്യക്ക് അപ്പുറത്തൊരു ചൈന ഉണ്ടെന്ന് കൂടി ലക്ഷ്യമാക്കിയതാണ്. നമുക്കത് കാണാൻ കഴിയും. പക്ഷേ ചൈനീസ് സമ്പദ്ഘടന ലോകത്തിലെ മികച്ച സമ്പദ്ഘടനകളൊന്നല്ലേ. ഇന്ത്യക്കും ചൈനയ്ക്കും ഒരേ സമയത്താണ് സ്വാതന്ത്ര്യം കിട്ടിയത്. നമ്മുടെ ജീവിത വളർച്ച അന്നത്തേതിനേക്കാൾ 7 ഇരട്ടിയാണ്. ചൈനയുടേതോ 40 ഇരട്ടിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ചൈനയോളം മുന്നേറിയ ഏതെങ്കിലും രാജ്യമുണ്ടോ? കച്ചവടവും വ്യവസായവും ആ മേഖലയിലേക്ക് നോക്കൂ നിങ്ങൾ. ചൈന ലോകം മുഴുവൻ പിടിച്ച് ഇങ്ങനെ കയറി നിൽക്കല്ലേ. അവരുടെ പ്രത്യേക സാമ്പത്തിക ആസൂത്രണ രീതി വഴി വിവിധ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിൽ സഹായം നൽകിക്കൊണ്ട് മെക്സിക്കോ വരെ ചൈനയിൽ നിൽക്കുകയാണ്. ഇപ്പുറത്ത് അമേരിക്ക ചൈനയെ തകർക്കാൻ വിവിധങ്ങളായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നു. ആ കൂട്ടുകെട്ടുകൾ ഇന്ത്യയെ കൂടി പെടുത്തിയിട്ടുണ്ട്. കോതല് ആ ദക്ഷിണ ചൈന സമുദ്ര പ്രദേശം മുഴുവൻ വലിയ തോതിൽ ആസൂത്രിതമായി യുദ്ധ കാലാവസ്ഥ സൃഷ്ടിക്കാൻ സാമ്രാജ്യത്വം പരിശ്രമിക്കുന്നുണ്ട് എല്ലാ തലത്തിലും. പക്ഷേ ചൈന പിടിച്ചു നിൽക്കുന്നു, സാമ്പത്തികമായി വളരുന്നു. ഞാനീ പറഞ്ഞ ജീവിത പ്രയാസങ്ങൾ, അതിദരിദ്ര ജനവിഭാഗങ്ങൾ വലിയ തോതിൽ അനുഭവിക്കുന്ന ഒരു ലോക സാമ്പത്തിക പ്രതിസന്ധിയുടെ മുന്നിൽ ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ചു ചൈന. വലിയൊരു ഉത്തേജക പാക്കേജ് 2 മാസം മുമ്പ്. സാധാരണക്കാരിലേക്ക് പണം എത്തിക്കാണ്, സമ്പദ്ഘടനയുടെ ചലന വേഗതയ്ക്ക് വേണ്ടിയാണ്. മാതൃകാപരമായ പ്രവർത്തനമായിരുന്നു. വിയറ്റ്നാം, അതിന്റെ വളർച്ചയുടെ ഒരു പട്ടികയുണ്ട്. പ്രതിശീർഷ വരുമാനം $4,000 $16,000, 4 ഇരട്ടിയായിട്ട് പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചു. നമ്മുടെ വടക്കൻ കൊറിയ ദരിദ്രമായി കടന്ന രാജ്യ, സാമ്പത്തികമായിട്ട് ചെറിയ മുന്നേറ്റം രേഖപ്പെടുത്തുന്നു, പിടിച്ചു നിൽക്കുക. ക്യൂബ മാത്രമാണ് കുറച്ച് പ്രയാസിച്ചെന്നെത്തിയിരിക്കുന്നത്. കോവിഡിന് ശേഷമുള്ള ചില പ്രത്യേക സാഹചര്യം, ട്രംപ് വന്നത്, എല്ലാം കൂടെ ചേർന്നു വലിയ ഉപരോധം. അതുകൊണ്ട് അപ്പോൾ ലോകത്ത് പുരോഗമന ചേരി ഈ വലതുപക്ഷവൽക്കരണത്തിന്റെ കാലത്ത് ഒരു പ്രതിസന്ധിക്ക് മുതലാളിത്തം പരിഹാരം ചെയ്യാൻ മുതലാളിത്തത്തിന് കഴിയാത്തിടത്ത് ആശയപരമായി അവരുണ്ടാക്കുന്ന മേധാവിത്വത്തിന്റെ കരുത്തിൽ അമിതാധികാര ഗവൺമെന്റുകളെ സ്ഥാപിച്ച് വിവിധ ലോക സാമ്പത്തിക ഏജൻസികൾ ഉപയോഗിച്ച് പ്രതിസന്ധിയുടെ ഭാരം പാവങ്ങളുടെ മേലയിൽ ലോകത്താകെ അടിച്ചേൽപ്പിച്ചു പോകുമ്പോൾ പ്രതിരോധത്തിന്റെ ശബ്ദമുണ്ട്. ബദൽ രാഷ്ട്രീയ ഘടനയുടെ കരുത്തും പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട് ഇന്നത്തെ ലോകത്ത് എന്ന തിരിച്ചറിവ് നമുക്ക് നൽകുന്നത് നമ്മുടെ സമൂഹഘടനയിൽ ഈ ശക്തികൾക്കെതിരായി വലിയ കരുത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ വിപുലീകരണം ഉണ്ടാവണം എന്ന സന്ദേശമാണ്. പൂർണ്ണമായി ആത്മവിശ്വാസം നഷ്ടപ്പെടേണ്ടതല്ല ഇന്നത്തെ ലോക സാഹചര്യം എന്ന പ്രത്യേകതയാണ്. അപ്പൊ ആ നിലയിൽ മാറ്റമുണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ വലിയ പലതരത്തിൽ സമൂഹഘടന വിവിധങ്ങളായ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ അതിനെ സൂക്ഷ്മ തലത്തിൽ പരിശോധിച്ച് മനസ്സിലാക്കി നാം പ്രവർത്തിക്കുന്ന മേഖലയിൽ നമ്മുടെ പ്രവർത്തനത്തിൽ ഊർജമാക്കാൻ നമുക്ക് കഴിയണം. അതിലെ പെശകുകൾ, അതിലുണ്ടാവുന്ന ആപത്തുകളെയും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ പ്രവർത്തനത്തെ അതിനനുസരിച്ച് ഭേദഗതി ചെയ്യാനും മാറ്റാനും തയ്യാറാവണം എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് ചരിത്രാനുഭവങ്ങളുടെ മുന്നിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോകുന്നത്. CPIM ഈ അനുഭവങ്ങളുടെ ആകെ പശ്ചാത്തലത്തിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിൽ മാർക്സ് ലെനിനിസത്തിന്റെ വെളിച്ചത്തെ സമരായുധമായിട്ട് ഉപയോഗിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, നല്ല പ്രയാസകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ വളർച്ചയ്ക്ക് മുന്നിൽ സൃഷ്ടിച്ചിരിക്കുന്നത്.
വളരെ പ്രയാസകരമാണ്. നല്ല പരിശ്രമം വേണം. വലതുപക്ഷ വൽക്കരിക്കപ്പെടുന്ന സമൂഹമാണ്. സാമ്പത്തിക തകർച്ചയാണ്. സാമ്പത്തിക തകർച്ചയിൽ ചില നല്ല കാര്യങ്ങൾ ലോകത്ത് ഞാൻ എല്ലാത്തിലേക്കും പോയി ചില നല്ല കാര്യം ചിലപ്പോൾ കാണാം. ഇപ്പം തൊട്ടടുത്ത ആ ശ്രീലങ്കയിൽ വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടായി. ആ സാമ്പത്തിക തകർച്ച കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോൾ 3 ആൾ പാർലമെന്റിൽ ഉണ്ടായിരുന്ന പാർട്ടി അധികാരം പിടിക്കുന്നു. 4-5% ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ ഒരാൾ പ്രസിഡന്റ് ആവുന്നു. തൊട്ടടുത്തുണ്ടായതപ്പോൾ നമ്മൾ നേപ്പാളിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തൊക്കെ കാണാൻ കഴിയും. പക്ഷെ നമ്മൾ ഒരു ഇന്ത്യൻ സ്ഥിതി നോക്കുമ്പോൾ വേഗത്തിൽ ഇടതുപക്ഷം വളരുന്നില്ല എന്നും കാണാൻ കഴിയും. വിഷയങ്ങളുടെ ആധിക്യത്തിന്റെ അളവനുസരിച്ച് രൂപപ്പെട്ടു വന്ന പ്രശ്നങ്ങളുടെ പ്രത്യേകത വെച്ചുകൊണ്ട് ഇതിനേക്കാൾ വേഗത്തിൽ നാം വളരേണ്ടതാണ്. നമുക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടും നാം പ്രവർത്തിക്കാത്തതുകൊണ്ടുമല്ല. ഡോമിനന്റ് ഐഡിയോളജി, മേധാവിത്വം പുലർത്തുന്ന പ്രത്യയശാസ്ത്രവും ആശയവും അതിന് പരിരക്ഷ നൽകുന്ന മറ്റു സംവിധാനങ്ങളിലുമുണ്ടാണ്. പക്ഷേ ഈ പ്രയാസകരമായ കാലത്തും ഇന്ത്യയിലെ ഏറ്റവും വലിയ സവിശേഷത, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത്, കേരളത്തിൽ ഇപ്പോഴും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് ചെറിയൊരു കാര്യമല്ല. ഇന്നത്തെ ലോകത്തിൻ്റെയും ഇന്നത്തെ ഇന്ത്യയുടെയും സവിശേഷതയിൽ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ട്. ആ ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടാമതും തുടർച്ചയായി അധികാരത്തിലേക്ക് വന്ന ഇടതുപക്ഷ ഗവൺമെന്റാണ് എന്നത് ഏറ്റവും സവിശേഷമായ ഒരു രാഷ്ട്രീയ പ്രത്യേകതയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ വലതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ കണ്ണിലെ കരട് ആരായിരിക്കും? കേരളത്തിലെ ഇടതുപക്ഷമായിരിക്കും. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റും ആയിരിക്കും. അതിപ്പോ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റുകൾ ഈ ബൂർഷ്വാ സാമൂഹ്യ ഘടനയുടെ പരിമിതികൾ എല്ലാം വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുമ്പോൾ തന്നെ സാമൂഹ്യ ഘടനയെ, സാധാരണക്കാരന്റെ ജീവിതത്തെ വലിയ തോതിൽ മാറ്റിമറിച്ചൊരു ഗവൺമെന്റുകളാണ്. ഞാൻ ആവർത്തിച്ച അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. എന്തൊരു വലിയ മാറ്റമുണ്ടായ സമൂഹമാണ് നമ്മുടേത്. ഇന്ത്യയിലെ ഏറ്റവും പിന്നിൽ കിടന്ന സമൂഹം ഏതാ? കേരളീയ സമൂഹമാണ്. മനസ്സിലായോ? ടിപ്പു സുൽത്താൻ വരുന്നത് വരെ ഒരു പടയോട്ടം നടന്നിട്ട് അവിടെ പടം ചാത്തോണ്ടല്ല, ഓടിയിട്ടൊന്നും കിട്ടാൻ ചാത്തോണ്ടാണ്. അത്ര പിന്നിലായിരുന്നു നമ്മുടെ സമ്പദ്ഘടന. ഉൽപാദന ശക്തികളുടെ വർധനവ്, ഉൽപാദന ഉപകരണങ്ങളുടെ വിപുലീകരണം, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ ഇന്ന് ഇന്ത്യയില് കേരളത്തിന്റെ ഒരു സ്ഥാനം ഏതാ? ഇന്നത്തെ ഇന്ത്യയിലെ കേരളത്തിന്റെ സ്ഥാനം എന്താ? അത്ഭുതം പോലെയല്ലേ കേരളത്തിലേക്ക് നോക്കുക. ലോകം പഠിക്കുകയാണ് കേരളത്തിൽ നിന്ന്. മനുഷ്യരാശിയുടെ സമകാല ചരിത്രത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ കാലം കോവിഡ് കാലമാണ്. മുതലാളിത്തം പതറുന്നതാണ്. അവിടെ വെളിച്ചത്തിന്റെ സൂര്യകിരണം ഉയർന്നു പൊന്തിയത് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലേക്ക് ആദ്യം വന്ന 57 അധികാരത്തിലേക്ക് വന്ന കേരളമാണ് എന്ന് ലോകം അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടു. ലോകമാണ്. വിദ്യാഭ്യാസ ഘടനയിലേക്ക് നോക്കി. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ സർവകലാശാലയിൽ പഠിക്കുന്നത് ഇവിടെയാണ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഗവേഷണം നടത്തുന്നത് ഇവിടെയാണ്. ലോകത്തിന്റെ മുന്നിലെ 1-ാം സ്ഥാനമാണ്. ലോകത്തിന്റെ മുന്നിലെ 1-ാം സ്ഥാനം. ആ 1-ാം സ്ഥാനം ലോകത്തിന്റെ മുന്നിലാ. അത് കാണാൻ കഴിയില്ല. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, കാണൂല. വെറുതെ ക്യാമറയും കൊണ്ടുവരിക. ലോകത്തിന്റെ മുന്നിലെ കേരളത്തെ അവരൊരിക്കലും കാണിച്ചു കൊടുക്കൂല. വടി പിടിച്ച് നടക്കും. നോക്കൂ നിങ്ങൾ. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം എങ്ങനെ നിലയുറപ്പിച്ചിരിക്കുന്നു? പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പാർട്ടി അംഗീകരിച്ച, നമ്മുടെ 2ാം ഗവൺമെന്റ് വരുമ്പോൾ നമ്മുടെ പാർട്ടി അംഗീകരിച്ച ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയത്തിൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിച്ചത്, തെരഞ്ഞെടുപ്പിൽ വോട്ട് എങ്ങനെ രേഖപ്പെടുത്തി, എല്ലാ കാര്യം വിശദീകരിച്ചതിന് ശേഷം CPM അത് അവസാനിപ്പിച്ചപ്പോൾ 2 കാര്യം പറഞ്ഞു. ഒന്നാമത് നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടി അംഗങ്ങൾക്ക് ഈ അനുഭവ പശ്ചാത്തലത്തിൽ
ഗവൺമെന്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവേണ്ട പ്രത്യേകമായ ചുമതലകളെക്കുറിച്ചുള്ള ഒരു ജാഗ്രതപ്പെടുത്തലാണ്. ഒരു കാരണവശാലും നമ്മൾ അധികാരം തലയ്ക്ക് പിടിച്ചവരാവരുത് എന്നുള്ള ബോധമുണ്ടാക്കാനുള്ള കാര്യങ്ങൾ പാർട്ടി പ്രമേയത്തിൽ പറഞ്ഞു. പിന്നീട് പറഞ്ഞെന്താ, നമുക്ക് നമ്മുടെ ഈ ഇന്ത്യയിലെ ഇന്നത്തെ ഒരു ജീവിതാവസ്ഥയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ, നമ്മൾ കുറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനൊരു ലോക നിലവാരമുള്ളതാക്കണം. അതാണ് സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ, സേവന മേഖലകളിൽ കേരളത്തിന്റെ വലിയ നേട്ടത്തെ നമുക്കൊരു ലോക നിലവാരത്തേക്ക്, ആ നേട്ടങ്ങളുടെ ഗുണപരമായ വളർച്ചയിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. ഒരു ഭാഗത്ത് പ്രതീക്ഷയും വേറൊരു ഭാഗത്ത് തകരാറുകൾ സംഭവിക്കാനുള്ള ജാഗ്രതപ്പെടുത്തലും ആ ഉത്തരവാദിത്വ ബോധവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ നടത്തിയത്. എതിരാളികൾക്ക് ഇതിനെ പൊളിക്കുന്നുണ്ടാവും, ആ ജാഗ്രതപ്പെടുത്തൽ നമുക്കുണ്ട്. എവിടെയെങ്കിലും ഒരു കുറവുണ്ടായോ ഈ രണ്ടാം ഗവൺമെന്റിന്? ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ കാലം നമുക്ക് ലഭിക്കേണ്ട 10,000 കോടി രൂപയാണ് കേന്ദ്രം തടഞ്ഞു വെച്ചതും തരാതിരുന്നതും. ഒരു ഗവർണറെ സ്ഥാപിച്ചു, കേരളത്തിന്റെ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളുടെ എതിർദിശയിൽ നിന്നു. ആ ഗവർണർ പോകുമ്പോൾ ജനപ്രിയ ഗവർണർ പോയി എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചപ്പോൾ ആ എഴുതിയ പത്രത്തിലേക്ക് നോക്കി ഒരു 2 മിനിറ്റ് ഞാൻ ഇരുന്നു പോയി. ഭയങ്കരന്മാരാട്ടോ. ഇപ്പൊ ഈ പത്രാധിപന്മാരും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് പുതിയ കാല പത്രം എന്ന് പറഞ്ഞാൽ അതിന് പത്രാധിപരില്ലാത്ത കാലമായിപ്പോ. ഞാൻ അതിലേക്ക് പോണില്ല. എഴുതി വെച്ചിരിക്കുക ആ ജനപ്രിയ ഗവർണറെ പോയി. അദ്ദേഹം ഈ കേരളത്തിനോട് ചെയ്ത ദ്രോഹത്തെക്കുറിച്ച് ഒരു വരി പറഞ്ഞ ഏതെങ്കിലും ഈ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായോ? 9 മണി ചർച്ചയിൽ ഒരു വരിയെങ്കിലും അദ്ദേഹത്തിനെതിരായി പറഞ്ഞ ഒരു പത്രമില്ലാത്തിടത്ത് കേരളത്തിനെതിരാണ് ഇവർ, കേരളത്തിലെ ജനങ്ങൾക്കെതിരാണ് ഇവരെന്ന് ബോധ്യപ്പെടുത്തിയില്ലേ? ഈ സമൂഹത്തിലെ പാവപ്പെട്ടവൻ എത്രമാത്രം എതിരാണ് നമ്മുടെ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളെന്ന് ഓരോ നിമിഷങ്ങളിലും അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അത് കേട്ട് ആഹ്ലാദിക്കല്ല, പക്ഷെ നിങ്ങളെ പേടിക്കുന്നില്ല എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയുമാണ്. എവിടെ എത്തി? ഇത് മുഴുവൻ നടക്കല്ലേ? എന്തൊരു വലിയ പ്രതിസന്ധി! നമ്മളുടെ നേട്ടങ്ങൾക്ക് വില കൊടുക്കല്ലേ? ആ കിഫ്ബി ഉപയോഗിച്ച് ഒരു ബദൽ പദ്ധതി ആവിഷ്കരിച്ച് 10,000 കോടി രൂപയുടെ മൂലധന നിക്ഷേപം നടത്തിയില്ലേ? മൂലധന നിക്ഷേപം ചെലവാക്കലില്ലല്ലോ, നടത്തിയില്ലേ? ഇവിടെ അതിനെ തടഞ്ഞില്ലേ? പരിക്ക് സംസ്ഥാന ഗവൺമെന്റിനല്ലേ? ആ വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോ ഞാൻ എന്റെ ബാക്കി ഭാഗത്തേക്ക് പോടില്ല. ഹെലികോപ്റ്റർ വന്നതിന്റെ കൂലി ചോദിച്ചില്ലേ? ഹെലികോപ്റ്റർ വന്നതിന്റെ കൂലി കുറച്ച് പൈസ തരാൻ തന്നപ്പോ കഴിഞ്ഞൂറി വന്ന ഹെലികോപ്റ്ററിന്റെ പൈസ ഇട്ടാണ്ട് അത് തരുമെന്നല്ലേ പറഞ്ഞത് കേന്ദ്രം? കഴിഞ്ഞ തവണ വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്ത് വന്ന ഹെലികോപ്റ്ററിന്റെ പൈസയിൽ ഇത്ര 1000 റുപ്യ കിട്ടാണ്ട് അത് തരണമെന്നാണ് വയനാടിന് വേണ്ടി പൈസ ചോദിച്ചപ്പോ കത്ത് വന്നത്. എന്നൊരു കത്ത് ബാക്കിയാട്ടോ കേന്ദ്രത്തില്. ഒരു കത്ത് എന്നും ബാക്കിയായിരിക്കും. അതായത് ഞങ്ങൾക്ക് നഷ്ടമുണ്ടായി 5,000 കോടി റുപ്യ വേണം എന്ന് കത്ത് കൊടുത്താൽ 5,000 വേണോ 4,999 പോരെ എന്നൊരു കത്ത് വരും. ആ കത്ത് കൊടുത്താൽ അപ്പൊ നിങ്ങൾ തന്ന സ്ഥലത്തിന്റെ അപ്പുറത്ത് ഒരു 5 ഏക്കർ സ്ഥലം ബാക്കിയില്ല, അവിടുത്തെ പ്രശ്നം അടുത്ത കത്ത് വരും. അത് വിശദീകരിച്ചാൽ ഒരു കത്ത് വരും. ഒരു കാര്യങ്ങൾ ഓർക്കുക, എന്നും ഒരു കത്ത് ബാക്കിയായിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലേ ഒരു കത്ത് ബാക്കിയായിരിക്കും. അപ്പൊ ഈ മാപ്രകൾ അങ്ങനെ പറഞ്ഞുകൂടാ. ഈ നമ്മുടെ മാധ്യമങ്ങൾ എന്താ പറയുമല്ലോ, കേരളം ചോദിക്കാത്തോണ്ട് കിട്ടാണ്ടിരിക്കുകയാണ്, കത്തിന് മറുപടി പറയാത്തോണ്ട് തരാത്തല്ല. കേന്ദ്രം തരാത്തൊരു കുറ്റം ഉണ്ടാവില്ല. ആകെ ഉണ്ടാവുന്ന കുറ്റം നമ്മൾ ചോദിച്ചതിൽ തെറ്റി. ഒരിക്കലും ഇവരെല്ലാം കൂടി എഴുതല്ലോ, ചോദിച്ചതിന്റെ അളവ് കൂടിപ്പോയി. കിട്ടാത്തതിന്റെ കാരണേ ചോദിച്ചതിന്റെ അളവ് കൂടിപ്പോയി എന്ന്. ഏറ്റവും കൂടുതൽ കണക്കറിയുന്നവരൊക്കെ ഈ പത്രാഫീസിലല്ലേ ജോലി ചെയ്യുന്നത്. TV ചാനലിലും മറ്റേ 9 മണി ചർച്ചേന്റെ ആങ്കറുമായിട്ട് ഇരിക്കണമല്ലോ. ആൽബർട്ട് ഐൻസ്റ്റൈനേക്കാളും വലിയ ശാസ്ത്രകാരന്മാരും കണക്ക് വിദഗ്ധന്മാരുമാണല്ലോ ഭാര്യ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുന്നത് ഇതിനാണല്ലോ സർവ്വവിജ്ഞാന കോശം. അവിടുന്ന് ഞാൻ ബാക്കി പറയുന്നില്ല. ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു മേഖലയിൽ കേരളം പുറകോട്ട് പോയോ? ഏതെങ്കിലും ഒരു മേഖലയിൽ ക്വാളിറ്റി ഓഫ് ദി പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഇരിക്കുന്നുണ്ടോ?
എന്നാൽ ലോകത്തൊന്നാമത്തതാണ് ഈ കേരളത്തിൽ പാവങ്ങൾ കൊടുക്കുന്ന പൊതുവിദ്യാഭ്യാസം. മനസ്സിലാക്കുങ്ങൾ. എന്താ യു എസിലെ ചർച്ച? എന്താ ട്രംപിന്റെ പ്രസംഗം? അവിടുത്തെ വെളുത്തവന്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിന്റെ സൗകര്യക്കുറവിനെ കുറിച്ചാണ്. ഞങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസം കിട്ടുന്നു, ക്വാളിറ്റി ഇല്ലാത്ത വിദ്യാഭ്യാസം കിട്ടുന്നു എന്നാണ്. അതാ യു എസ് ചർച്ച ചെയ്ത്. അതാണ് വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ട. യൂണിവേഴ്സിറ്റി കയറാൻ പറ്റുമോ? എന്താ യൂറോപ്പിലെ സ്ഥിതി? എന്താ ഇംഗ്ലണ്ടിലെ സ്ഥിതി? ഇംഗ്ലണ്ടിൽ പുതിയ സമ്പ്രദായം കൊണ്ടുവന്നു. ഓരോ വർഷത്തെയും പണപ്പെരുപ്പ നിരക്കിന്റെ അനുപാതത്തിൽ യൂണിവേഴ്സിറ്റികളിൽ ഫീസ് വർദ്ധിപ്പിക്കുന്നതാണ്. മനസ്സിലായി? 3% പണപ്പെരുപ്പ കുറി കൂടിയാൽ 3% ഫീസോടെ യൂണിവേഴ്സിറ്റി വർദ്ധിപ്പിക്കും. അങ്ങനെയാണ്. അങ്ങനെ വർദ്ധിപ്പിക്കുന്ന ഫീസ് അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ ഇന്ത്യ പോലെയുള്ള പിന്നോക്ക രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ കൊണ്ടുവരുന്നതാ. മനസ്സിലായോ? ഇന്ത്യ പോലുള്ള ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് 2 തരം ഫീസാ. നമ്മളിവിടുന്ന് വരുന്ന കുട്ടിക്ക് 4 ഇരട്ടി ഫീസാ. അങ്ങനെ അവിടെ നിലവാരം കൂടിയിട്ടുണ്ടോ? പണമില്ലാത്ത യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയിരിക്കുന്ന ഓഫ് ക്യാമ്പസുകളാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഓഫ് ക്യാമ്പസുകളാ. പെട്ടിക്കട പോലെയുള്ള MBA വിദ്യാഭ്യാസം അവിടെ. ഇവിടുന്ന് കുറെ കുട്ടികൾ പോകുന്നുണ്ട്. നന്നായി സൂക്ഷിച്ചില്ലെങ്കിൽ പോയ കാശ് പോയി കിട്ടും. അതാ എന്നാ ഇവിടെ എഴുതുന്നത്. നമ്മളെ പത്രക്കാരൻ എന്താ എഴുതുന്നത്? അയ്യോ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം തകർന്നു, അതുകൊണ്ട് എല്ലാവരും കൂടി പുറത്തേക്ക് പോയി. അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത്? അക്രഡിറ്റേഷൻ തന്നെ ഒരു സാധനമുണ്ട് ഇന്ത്യയിൽ. 9 മണി ചർച്ചക്കാർക്ക് അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു സാധനമുണ്ട്. ആ അക്രഡിറ്റേഷൻ വെച്ച് നോക്കിയാൽ കേരളത്തില് സർവകലാശാലകളുടെ മുഴുവൻ അക്രഡിറ്റേഷൻ നിലവാരം കൂടിയോ കുറഞ്ഞോ? അക്രഡിറ്റേഷനിൽ A+, AA ഒക്കെ കിട്ടുന്ന കോളേജുകളുടെ എണ്ണം കൂടിയോ കേരളത്തിൽ? ഞാനിവിടെ ഒരു യാത്ര നടത്തിയിരുന്നു. ഏതാനും അധ്യാപകരുണ്ടായിരുന്നു. 3-4 സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ക്രിസ്തീയ കോളേജുകളുടെ അധ്യാപകന്മാർ ഞങ്ങളൊരു ചർച്ച നടത്തി. അവരെന്നോട് പറഞ്ഞു, ഈ കേരളത്തിലുള്ളൂട്ടോ മര്യാദയ്ക്ക് കുട്ടികളെ മര്യാദയ്ക്ക് പഠിപ്പിക്കുന്ന സ്ഥലത്ത് അവർ മറ്റു സംസ്ഥാനം 3 സംസ്ഥാനത്ത് വേറെ പഠിപ്പിക്കുന്നുണ്ട് കോളേജിൻ്റെവർക്ക്. ഇവിടെയാ കുട്ടികൾ പുറത്തേക്ക് കൊണ്ടെന്തുകൊണ്ടാ? പകുതിയിലേറെ അതിന് ജോലിയാ. അല്ല, ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണോ പുറത്തേക്ക് കൊണ്ട്? ആണോ? നമ്മുടെ ഏറ്റവും മികച്ച സ്റ്റുഡന്റ് പുറത്തേക്ക് കൊണ്ടാ? അവരാണോ പുറത്തു പോകണത്? അല്ലല്ലോ. ആരെങ്കിലും പോവാ? വലിയ ഫീസാ. പറമ്പ് വിറ്റാ പോണേ. ആരിഫ് മുഹമ്മദ് ഖാൻ ആകെ ഒരു സത്യം പറഞ്ഞിട്ടുള്ളൂ, പറമ്പ് വിറ്റ് കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ് മലയാളികൾ എന്നുള്ള ഏക സത്യമാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ സംഭാവന. പോണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തു കൊണ്ട് വിടുന്ന കേരളത്തിനാ? അല്ല, അത് ഉത്തർപ്രദേശിൽ നിന്നാണ്. 2ാമത്തെ വിടുന്ന ബീഹാറിൽ നിന്നാണ്. 3ാമത്തെ വിടുന്ന മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഏറ്റവും വലിയ കോച്ചിങ് കേന്ദ്രം പാലയല്ല, അത് കോട്ടയാണ്. അവിടെയാണ് ലക്ഷക്കണക്കിന് കോടി റുപ്യ കൈമറിഞ്ഞു പോകുന്നത്. അവിടെയാണ് കുട്ടികൾ മൂത്രപ്പരയിൽ ദുഃഖം എഴുതി വയ്ക്കുന്നത്. പഠിച്ചു പോകണം മാപ്ര. അവിടെ മറ്റേ ഈ ആങ്കർമാർ പഠിച്ചു പോകണം. എന്താ നടക്കുന്നത്? എന്താണ് ഇന്ത്യ എന്ന്, എന്താണ് ലോകം എന്ന് വെറുതെ ഇരുന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറയാൻ വേണ്ടി കാച്ചിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മുടെ സർവകലാശാലകൾ, അതിന്റെ വിഭവം, ഓരോ സർവകലാശാലയിലും 100 കണക്കിന് കോടി രൂപയുടെ പുതിയ നിക്ഷേപങ്ങൾ കേന്ദ്രം മുഴുവൻ തരൂല. ഇപ്പോ റേറ്റ് ഉണ്ട്. ആ അനുപാതത്തിൽ മുഴുവൻ കേരളം ചെലവാക്കുക. ഉത്തർപ്രദേശിലെ 20 ജില്ലാ ആശുപത്രികൾ സ്വകാര്യവൽക്കരിച്ചു. 20 ജില്ലാശുപത്രി ചെന്നാൽ അവർക്ക് സ്വകാര്യവൽക്കരിച്ചിരിക്കുക. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്കൂളുകൾ ഇന്ത്യയിൽ പൂട്ടി. ഒരു സ്കൂളിൽ കേരളത്തിൽ പൂട്ടിയോ? 964-ൽ 6.5 ലക്ഷം കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേരുന്ന കേരളത്തിൽ ഇപ്പൊ ചേരുന്നത് 3.25 ലക്ഷമാണ്. നേർപകുതി. കുട്ടികളുടെ എണ്ണം കുറവവിടെ. എണ്ണം കുറഞ്ഞാൽ പിന്നെ കുട്ടികൾ സ്കൂളിൽ ഉണ്ടാവുമോ? എണ്ണം കുറഞ്ഞാൽ പിന്നെ കുട്ടി കോളേജിൽ ഉണ്ടാവുമോ? ഇവര് പോയിട്ട് കുട്ടികളെ കാണാൻ ചെവിടെ? കുട്ടിച്ച കേരളത്തിൽ തന്നെ ജനിക്കാത്ത കുട്ടി ഇതിൽ ചേർക്കാൻ പറ്റുമോ? നാട്ടിൽ വന്ന മാറ്റം മനസ്സിലാവാത്തിരിക്കുന്നത് ഏക സ്ഥലം പത്രാഫീസിലാ. അടിച്ച് കാച്ചല്ലേ എന്തെങ്കിലും പറയണേ? അവസാനം പറഞ്ഞ് എവിടെ എത്തി? ഈ മലപ്പുറം ജില്ലയിൽ +2 സീറ്റ് ഇല്ലാത്തതുണ്ട്. എല്ലാ കൊല്ലും പറയും, റിസൾട്ട് വന്നാൽ പിറ്റേന്ന് പറയും മലപ്പുറത്ത് +2 സീറ്റ് ഇല്ല. പിന്നെ കുറച്ച് ആൾക്കാർ അപ്പം സമരക്കാർ പോവും. ആ സമരക്കാരെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ കുടുങ്ങി. ആ സമരക്കാരൊക്കെ ഇറങ്ങി ഇവിടെ.
ഇപ്പോൾ ആർക്കെങ്കിലും കിട്ടാത്തുണ്ടോ ഈ കേരളത്തിൽ? +2 സീറ്റ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ കേൾക്കുന്നില്ല. അപ്പോൾ ഒരു പത്രം എഴുതിയിരിക്കുക, എന്താ അറിയോ, ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് ഇഷ്ടപ്പെട്ട കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ പഠിക്കാനുള്ള സൗകര്യം വേണ്ടേ? ലോകത്തെവിടെയും നടക്കുമോ? പഠനത്തിനൊരു മെറിറ്റില്ലേ? ഒരു മെറിറ്റില്ലേ? നമ്മളൊക്കെ പഠിച്ചവരല്ലേ? മെറിറ്റിലല്ലേ ഇത്ര എല്ലാത്തിനും മെറിറ്റ് കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവില്ലേ? ലോകത്തില്ലേ? എല്ലാവർക്കും +2 കിട്ടിയപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ ഞാൻ ആഗ്രഹിച്ചത് ആദ്യം സയൻസ് കിട്ടണമെന്നാ, പിറ്റേ ദിവസം എനിക്കൊരാഗ്രഹം കൊമേഴ്സ് കിട്ടണമെന്നാ, മൂന്നാമത്തെ ദിവസം എൻ്റെ ആഗ്രഹം മാത്സ് കിട്ടണമെന്നാ. നമ്മളെ പത്രക്കാരൻ പറയുന്നത് അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പിണറായി വിജയൻ കൊടുത്തിട്ടില്ല, മോശപ്പെട്ട ഗവൺമെൻറ്റാണ് കേരളത്തിലെന്ന് പറയുന്നവൻ്റെ തൊലിക്കട്ടി പരിശോധിക്കാൻ പ്രത്യേക ലാബറട്ടറി സ്ഥാപിക്കണം. നോക്കൂ, എഴുതി വെച്ചിരിക്കില്ല ഇവിടെ. പോണതെങ്ങണ്ട് നമ്മൾ ചെയ്യണതെന്താ? അവിടെ ആശുപത്രി വിൽക്കുമ്പോൾ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകൾ ഇവിടുത്തെ കേരളത്തിലെ സർക്കാർ ആശുപത്രി പോകും. ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഇത്ര മികച്ചത്? ഈ തിരൂർ ആശുപത്രിയിലോട്ടോ എന്നോട് അയാൾ പറഞ്ഞു 34,000 ഉറുപ്പിക വിലയുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഇഞ്ചക്ഷൻ ഫ്രീ ആയിട്ട് അടിച്ചു കൊടുത്തോണ്ടിരുന്ന ആശുപത്രി തിരൂരിലായിരുന്നു എന്ന് എന്നോട് ഒരാൾ എന്നോട് പറഞ്ഞു. ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തെവിടെയും കിട്ടുക. കമ്മ്യൂണിസ്റ്റ് വിരോധമാകാൻ നിങ്ങൾക്ക് ലേശം മനുഷ്യത്വം വേണം എന്നാണ് വളരെ വിനയപൂർവ്വം ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നത്. അത് നിങ്ങൾക്കാവാം. എവിടെ എത്തി? എവിടെ പിറകിപ്പോയി കേരളം? സ്വന്തമായി വിഭവം കണ്ടെത്തി ഈ കേരളം. അറിയോ, ഏറ്റവും കൂടുതൽ സ്വന്തം വിഭവം കണ്ടെത്തിയ ധനമന്ത്രിയുടെ പേര് KN ബാലഗോപാൽ എന്നാണ്. ഇവിടുത്തെ ധനകാര്യം മോശം ആണോ? ഇവർ പറയില്ല, വസ്തുതയോട് കിടക്കുക. എവിടെ ഒരു കുറവ് സംഭവിച്ചു? വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായോ? ആരോഗ്യ മേഖലയിൽ ഉണ്ടായോ? സേവന മേഖലയിൽ ഉണ്ടായോ? ഇവിടെ ഞാൻ ഇന്നലെ TV നോക്കുന്നുണ്ട്, കുണ്ടുകൂടി ഇങ്ങനെ ചാടുന്നു ഓട്ടോറിക്ഷ. ഇന്നലെ ഞാൻ നോക്കിയതാ. എപ്പോഴും ഞാൻ നോക്കലില്ല, കാരണം ഇത് പറ്റിപ്പോവും. ഞാൻ നോക്കിപ്പോയി. കാരണം അപ്പൊ കുണ്ടിച്ചാടി, അയ്യോ കേരളം കുണ്ടിച്ചാടി, കേരളം കുണ്ടിച്ചാടി. ഈ കുണ്ട് മാത്രമേ ഇവർ കാണുള്ളൂ. 650 കിലോമീറ്റർ നീളത്തിൽ 6 വരിയിൽ 2 വരി സൈഡ് റോഡുകളും കൂടി സർവീസ് റോഡുമായിട്ട് ഒരു 8 വരി പാത മാന്യമായി നീണ്ടു നിവർന്ന് ഈ കേരളത്തിലൂടെ പണിതുയർത്തി കണ്ടുപോകുന്നതിനുള്ള കണ്ണില്ലാത്ത ക്യാമറകളാണ് കേരളത്തിൽ ഇവരുടെ കയ്യിലുള്ളത്. അവിടെ പണിതുകൊണ്ടിരിക്കുകയല്ലേ? എത്ര വേഗത്തിൽ, ഇത്ര വേഗത്തിൽ ഈ ദേശീയപാത ഉണ്ട്. എവിടെയെങ്കിലും ഇന്ത്യയിൽ 6 വരി പാതയും അതിന് സർവീസ് റോഡുള്ള ഒരു സ്ഥലം ഇന്ത്യയിലുണ്ടോ? ഒരു സംസ്ഥാനം പൂർണ്ണമായി? അങ്ങനെ ഒരു സ്ഥലം ഈ കേരളത്തിലേ ഉള്ളൂ. ആ സ്ഥലം എടുത്തു കൊടുത്ത ആരാ? അതിന്റെ 4-1 കാശ് വേണമെന്ന് കേന്ദ്രം പറഞ്ഞപ്പോൾ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? വേറെ ഒരാളും കൊടുത്തിട്ടുണ്ടോ? സ്ഥലം അളക്കാൻ വേണ്ടി ചെന്നപ്പോ ഒരല്പം വർഗീയത കൂടുതലുള്ള ഒരു സംഘടന സമരം നടത്തി. ലീഗ് ഓഫീസിൽ ചെന്നപ്പോ ഇനി ഇവിടെ റോഡ് വേണ്ട എന്ന് പ്രഖ്യാപിച്ച വികസന നായകന്മാരാണ് UDF-കാരായി കേരളം ഭരിച്ചതെങ്കിൽ ആ റോഡ് ഇവിടെ വെട്ടും എന്ന നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് കേരള മുഖ്യമന്ത്രി. ആ പണി ഇവിടെ പൂർത്തീകരിക്കുക. സഹിക്കണില്ല. ആ നല്ലൊരു റോഡ് വരുമ്പോ എവിടെടാ കുണ്ട് എന്ന് ചോദിച്ച് ക്യാമറയും വടിയെടുത്ത് നടക്കവര്. എത്രത്തോളം തരം താഴാമോ മാധ്യമ പ്രവർത്തനത്തിന് എന്നതിന്റെ ഉദാഹരണങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ അവരുടെ കഴിവിനനുസരിച്ച് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. മുന്നോട്ടില്ലേ പോണ്ട്? ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇത് വലതുപക്ഷത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഒരു പ്രശ്നം. കേരളത്തിലൊന്നും ഒരു പിന്നോട്ടിട്ടില്ല എല്ലാ നിലയിലും. ഇപ്പോൾ വ്യവസായത്തിലേ നമ്മൾ മോശം തന്നെ. ഇപ്പോൾ വ്യവസായ സൗഹൃദത്തിൽ 1ാം സ്ഥാനം നല്ലൊരു അവാർഡും വാങ്ങി രാജീവ്. അപ്പൊ അതും പോയി, ആ ചാൻസും പോയി. ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു നോക്കിയെടുക്കാം, എവിടെ ഒന്ന് നമ്മൾ തകർക്കാം, നോക്കിയെടുക്കാം. അതൊക്കെ അടച്ചുകൊണ്ടിരിക്കുക, ഓട്ടടച്ചുകൊണ്ടിരിക്കുക, ലൂപ്പ് പ്ലഗ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം, ഒരു സംശയമില്ല, ഇതൊരു ബദൽ നയം നടപ്പിലാവുന്ന ഗവൺമെന്റാണ് കേരളത്തിൽ. എല്ലാ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉണ്ടാക്കിയ, ഇന്ത്യൻ സാമൂഹ്യ ഘടന ഉണ്ടാക്കിയ, ലോക സാമ്പത്തിക അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് ദാരിദ്ര്യവൽക്കരണത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം കേരളത്തിന്റെ ഒരു ചെറിയ സംസ്ഥാന ഗവൺമെന്റ് വെച്ചുകൊണ്ട് പിണറായിക്ക് ചെയ്യാൻ കഴിയില്ല. അത് വ്യക്തം. പക്ഷേ മാതൃക സൃഷ്ടിക്കാനാവും. അത് 957 തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് അധിക കാലമൊന്നും വേണ്ടെന്ന് അന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല മാതൃകയാണ്, നല്ല മാറ്റമാണ്, ഒരു സംശയം വേണ്ട. നിങ്ങൾ ആരെന്തു പറഞ്ഞാലും പുരോഗമനത്തിന്റെ വഴിയിൽ കേരളം സഞ്ചരിക്കുക തന്നെ ചെയ്യും. ചാഞ്ചാട്ടമില്ലാതെ മുന്നോട്ട് പോകും.
ചെങ്കൊടിയെ തടുക്കാനും തടയാനും നിങ്ങൾക്ക് ഈ നാട്ടിൽ കഴിയില്ല എന്ന് കാലം തെളിയിക്കുക തന്നെ ചെയ്യും. രാഷ്ട്രീയ മാറ്റങ്ങളല്ലേ. ഇപ്പോ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലല്ലോ. ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷമില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പെടുന്നില്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ നന്നായിട്ട് ഇടപെട്ടു. നമ്മൾ നന്നായിട്ട് ഇടപെട്ടിട്ട് ഇന്ത്യ ബ്ലോക്ക് അതിനൊരു ഗുണമുണ്ടായി. കഴിഞ്ഞ നമ്മുടെ പാർട്ടി കോൺഗ്രസ് പറഞ്ഞാണ് പ്രാദേശിക പാർട്ടികളുടെ സാധ്യതകളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. പ്രാദേശിക പാർട്ടികൾ, മതനിരപേക്ഷ പാർട്ടികൾ, ദേശീയ പാർട്ടികൾ, ഇടതുപക്ഷം എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കി BJPക്ക് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തെ പാർലമെന്റിൽ ഇല്ലാതാക്കി. വലിയ ഗുണമാണത്. പാർലമെന്ററി സംവിധാനത്തെ BJP തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പാർലമെന്ററി സംവിധാനത്തിൽ നമ്മുടെ കമ്മിറ്റി പ്രവർത്തനമുണ്ട്. സൂക്ഷ്മതലത്തിൽ പാർലമെന്ററി കമ്മിറ്റികൾ നിയമനിർവഹണത്തിന്റെ എല്ലാ ഘട്ടത്തെയും പരിശോധിക്കുകയും ആവശ്യമായ ഭേദഗതികൾ വരുത്തുകയും ചെയ്യുന്നതാണ് കമ്മിറ്റി സമ്പ്രദായം. നല്ല നിലയിൽ പ്രവർത്തിച്ചതാണ്. കേരളമാണ് അതിന് തുടക്കം കുറിച്ചത്. അത് പിന്നെ ഇന്ത്യയിലേക്ക് ഏറ്റെടുത്തു, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു. BJPയുടെ 10 കൊല്ലത്തിൽ ഒരിക്കൽ പോലും ഈ കമ്മിറ്റികളെ ഫലപ്രദമായി പ്രവർത്തിപ്പിച്ചില്ല. പാർലമെന്റ് പറഞ്ഞാൽ മോഡിക്ക് പ്രസംഗിക്കാനുള്ളതും മോഡി ഭക്തന്മാർക്ക് കൈയടിക്കാനുള്ളതുമാണ് എന്നുള്ള സ്ഥിതി വന്നു. പാർലമെന്റ് സാധാരണ ഒരാഴ്ചയിൽ 2-3 ദിവസം നിയമനിർമ്മാണത്തിന്, ബാക്കി ദിവസങ്ങൾ ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിന് ചർച്ച ചെയ്യാനും ആ നിലയിലാണ് പാർലമെന്ററി സംവിധാനം പ്രവർത്തിക്കുക. അല്ല അങ്ങനെ നിയമം ഉണ്ടാക്കൽ മാത്രമല്ല. അതാണ് പാർലമെന്റിന്റെ പ്രവർത്തനം. നിയമം ഉണ്ടാക്കും, ചർച്ച ചെയ്യും, ജനകീയ വിഷയങ്ങൾ വരും, അത് ചർച്ച ചെയ്യും. പാർലമെന്റ് അതിനുള്ളതാണ്. എക്സിക്യൂട്ടീവിനെ വിചാരണ ചെയ്യാനുള്ളതാണ് പാർലമെന്റ്. ചോദ്യോത്തരവതിനുള്ളതാണ്. ജനകീയ വിഷയങ്ങൾ വെച്ചുള്ള ചർച്ചകൾ അതിനുള്ളതാണ്. അതിനുള്ള പ്രൊവിഷൻസ് പാർലമെന്റിന്റെ നിയമ സംഹിതകളിലുണ്ട്. അത് പൂർണ്ണമായി നിശ്ചലമാക്കിയില്ലേ BJP ഗവൺമെന്റ്. ഇപ്പൊ ഒരു മാറ്റം വരിക. കാരണം എന്താ? പാർലമെന്റിൽ കഴുത്തോടൊപ്പം അംഗബലമുണ്ട് പ്രതിപക്ഷത്തിന്. പാർലമെന്റിൽ ആ വ്യത്യാസം കാണാൻ കഴിയും. BJP അത് അംഗീകരിക്കുമോ ആഗ്രഹിക്കുമോ എന്നുള്ളതല്ല, അവിടെ ഉണ്ട്. വ്യത്യാസം വന്നു. കരുതൂറ്റ പ്രതിപക്ഷം വന്നു. ശക്തമായി പ്രതിരോധിക്കാം, പോരാടാം പാർലമെന്റിന്റെ വേദികളിൽ. ജനാധിപത്യത്തെ കുറച്ചൊന്നും തിരിച്ചു പിടിക്കാം. BJP ഒരു ഇഞ്ച് മാറില്ല. ആ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇന്ത്യയിൽ. നല്ലൊരു കാര്യമാണ്. നമ്മുടെ പാർട്ടിക്ക് ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം രൂപപ്പെടുത്തിയെടുക്കാൻ നല്ലൊരു പങ്ക് ഈ കാലയളവിൽ നിർവഹിക്കാൻ കഴിഞ്ഞു. ബഹുജന പ്രക്ഷോഭങ്ങളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും അങ്ങനെയാണ്, ബഹുജന പ്രക്ഷോഭങ്ങളെ വളർത്തുക. വലിയ തോതിലുള്ള ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് നമ്മൾ സാക്ഷികളാവുകയാണ്. കർഷക പ്രക്ഷോഭങ്ങൾ ഇടതടവില്ലാതെ നടക്കുകയാണ്. 3 കർഷക വിരുദ്ധ നിയമങ്ങൾ ഫ്രീസ് ചെയ്യാൻ BJP നിർബന്ധിതമായി. വലിയ മാറ്റമാണ്. സമരങ്ങൾ തുടരണം. തൊഴിലാളികളുടെ സമരങ്ങൾ, സംഘടിത തൊഴിലാളി മേഖലയിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ, പൊതുമേഖല സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ, കോർപ്പറേറ്റിന് വേണ്ടി എല്ലാം മാറ്റിവെക്കുന്നിടത്ത് തൊഴിലാളിയുടെ പ്രതിരോധ ശബ്ദം, അത് തൊഴിലാളികളുടെ മാത്രമല്ല രാജ്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളാണ്. തീവ്ര സ്വകാര്യവൽക്കരണത്തിനെതിരായി ഇപ്പൊ കോർപ്പറേറ്റ് അനുകൂലമായ തരത്തിൽ തൊഴിലാളി സംഘടന രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിടത്തല്ലേ സാംസങ്ങിനെതിരെ ശക്തമായ സമരം ഇപ്പൊ തമിഴ്നാട്ടിൽ നടന്നത്. ആ നിലയിൽ പോരാട്ടങ്ങളുടെ വലിയൊരു ശാക്തിക വർധനവ് നമുക്ക് കാണാൻ കഴിയും. കുറെ കൂടി മുന്നോട്ട് കൊണ്ടുകൊണ്ടാണ് പാർട്ടിയുടെ ഇടപെടൽ വരുന്ന നല്ലൊരു മേഖല. അതാണ് നമ്മുടെ വിവിധ ബഹുജന സംഘടനകൾ, കാർഷിക തൊഴിലാളി കർഷക മേഖലയിലെ സമരങ്ങൾ ശക്തിപ്പെടുന്ന സമരങ്ങളാണ്. MNRGയുടെ നടത്തിപ്പ് കുറയുന്നിടത്ത് നമ്മൾ നടത്തുന്ന സമരങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ട് നമ്മൾ. നല്ല കാര്യമാണ്. അതോടൊപ്പം പ്രധാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ സംരക്ഷിക്കുക എന്നത്. കാരണം ഇന്ത്യയിലെ വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ടയിലെ മുഖ്യ ഇനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കുക എന്നുള്ളത്. ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കുക പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കുക എന്നാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കുക അതൊരു രാഷ്ട്രീയ അജണ്ടയാണ് ഇന്ത്യൻ ഭരണവർഗത്തിന്റെ. ആ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ എല്ലാ കഴിവും അവരോട് ഉപയോഗിക്കും. അതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കഴിവും ഉപയോഗിക്കും. കരുതൂറ്റ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കുക, CPM വിരുദ്ധ മുന്നണി ഉണ്ടാക്കുക. ആ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി 1957 ഒന്നാം EMS ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ വിമോചന സമരം നടത്തി. ആ വിമോചന സമരം മുന്നണി എന്ന് പറഞ്ഞാരാ? ജനങ്ങളുടെ പിന്തുണയായിരുന്നോ? അതോ
വർഗീയ ജാതീയ ഘടകങ്ങളുടെ ഇടപെടലായിരുന്നു. മതത്തെ അല്ലേ ഉപയോഗപ്പെടുത്തിയത്? മതത്തെ ഉപയോഗപ്പെടുത്തിയല്ലേ ഇവിടെ വിമോചന സമരം നടത്തിയത്? മതസ്ഥാപനങ്ങളിൽ നിന്നല്ലേ പ്രകടനം തുടങ്ങിയത്? ജാതി സംഘടന ആസ്ഥാനങ്ങളിൽ നിന്നല്ലേ ഇവിടെ പ്രകടനം നടത്തിയത്? ജനങ്ങളുടെ പൊതുവികാരമായിരുന്നു അത്. വിശ്വാസത്തെ ഏറ്റവും വിപുലമായി ദുർവിനിയോഗം ചെയ്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണത്തിലൂടെയല്ലേ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട പ്രവർത്തനം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? ഗവൺമെന്റിനെ പിരിച്ചുവിട്ടില്ലേ? ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിനെ അന്ന് തുടങ്ങിയതാണ്. എപ്പോഴെങ്കിലും നിർത്തിവെച്ചു എന്നുള്ളതല്ല, അതിനെ മുറിച്ചു കടന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. EMS-ഉം നായനാരും VS ഒന്നും ഭരണകാലം പൂർത്തീകരിച്ച് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടില്ല. പിണറായിയുടെ ഗവൺമെന്റ് വന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. നമ്മൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയുടെ വലുപ്പം കൂട്ടാനുള്ള പ്രവർത്തനം വിപുലപ്പെടുത്തിയിരിക്കുക. നമ്മളതെല്ലാം ജാഗ്രതപ്പെടേണ്ട ഒരു കാര്യം അത്. അതിനവർക്ക് രാഷ്ട്രീയമായി, പ്രത്യയശാസ്ത്രപരമായി, ആശയപരമായി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിൽ ഇപ്പൊ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മെച്ചപ്പെട്ട ഒരാശയ ഘടനയില്ല, അവരുടെ കയ്യിലില്ല. ഇന്നത്തെ കോൺഗ്രസിന് ഇപ്പോഴത്തെ ഈ കോൺഗ്രസിന് കേരളത്തിൽ ഒറ്റയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇല്ല, അസാധ്യമായ കാര്യമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അതിന് കഴിയുമോ? ഇല്ല. അവിടെയാണ് ഒരു സ്ഥിരമായൊരു മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി അത് വിപുലീകരിച്ചുകൊണ്ടിരിക്കും. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിക്ക് രൂപഭാവങ്ങൾ ഒരു മാറ്റും. ഇപ്പൊ ആ നിലയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിയെ കുറെ കൂടി കരുത്തുറ്റതാക്കാൻ വലിയ പരിശ്രമം അവർ നടക്കും. അതിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക വർഗീയ ജാതീയ ഘടകങ്ങളെ, ഒരു സംശയമില്ല. ഇവർക്കൊരു അനുകൂല ഘടകം ഇപ്പോൾ വേറെ ഉണ്ട്. കേന്ദ്രത്തിൽ BJP ആണ്, RSS ആണ്. ആ RSSന്റെ കേന്ദ്ര ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്താം കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാൻ, ഇടതുപക്ഷ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ. ആ പ്രവർത്തനം നടക്കുകയാണ്. അതിനെ കൂട്ടുപിടിക്കുകയാണ് ഇവര്. അവരുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനുമുള്ള രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുകൂലമായ തരത്തിൽ ഇവർ ഉപയോഗപ്പെടുത്തുന്നു. അത് നടക്കണം. രണ്ടാമത്തെ ഘടകം എന്താ? വർഗീയത. എല്ലാ മനുഷ്യനെയും വർഗീയവൽക്കരിക്കുക, എല്ലാ കുടുംബത്തെയും വർഗീയവൽക്കരിക്കുക എന്ന ഒരു അജണ്ടയാണ് കേരളത്തിലെ വലതുപക്ഷം ഇപ്പോൾ നടപ്പിലാക്കുന്നത്. നല്ല ജാഗ്രത വേണം നമുക്ക്. കാരണം ഒരു കേന്ദ്രത്തിന്റെ ഒരു ഗവൺമെന്റ് ഉണ്ട്, അവരുടെ പ്രത്യയശാസ്ത്രം. വലതുപക്ഷം BJP അതിന്റെ പ്രത്യയശാസ്ത്രം. ഭരണവർഗം BJP ആശയത്തെ പ്രതിനിധാനം ചെയ്യുകയും പ്രത്യയശാസ്ത്രവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ ഹിന്ദുത്വ വർഗീയത കേരളത്തിലും കൂടുതൽ വേരുമുറുക്കാൻ ശ്രമിക്കും. അതിനോട് വലിയ വിരോധമില്ലാത്തതാണ് നമ്മുടെ UDF. അപ്പൊ അവരും ഒന്ന് കണ്ണിമ്പിയാൽ BJP ജയിക്കും. അതിലിപ്പോ തൃശ്ശൂർ കണ്ട്, തൃശ്ശൂരിൽ എന്താ നമ്മൾ കണ്ടേ? BJP ജയിച്ചല്ലോ. വോട്ടിടിഞ്ഞതായിരുന്നാ കോൺഗ്രസിന്റെ വോട്ട് 10,000-കണക്കിന് വോട്ട് ഇടിഞ്ഞു. BJP അവിടെ ജയിച്ചു. ചില ക്രിസ്തീയ സഭകളും പിന്തുണച്ചു. എല്ലാം ചേർന്ന് കേരളത്തിൽ ആദ്യമായിട്ടൊരു BJP-കാരൻ ജയിച്ചു. അവർ വീണ്ടും വിലയിരുത്താൻ ശ്രമിക്കും. നമുക്ക് കേരള സംസ്ഥാനത്തിനകത്ത് ഒരു BJP ജയിക്കുക എന്നുള്ള ചിന്തിക്കാൻ പറ്റുമോ? ആലോചിക്കാൻ പറ്റുമോ? ഉൽപ്പതിഷ്ഠിത്വത്തിനല്ലേ, കേരളത്തിന്റെ ദൈക്ഷണികതയ്ക്കും ഉൽപ്പതിഷ്ഠിത്വത്തിനുമെതിരെ അല്ലേ കളങ്കമേൽക്കുന്നത്? കേരളം സൂക്ഷിച്ചു പോകുന്ന ഉന്നതമായ മതനിരപേക്ഷ പാരമ്പര്യത്തിനല്ലേ കളങ്കമേൽക്കുന്നത് ഒരു BJP ജയിക്കുമ്പോൾ? അവിടെ സംഭവിച്ചു. വലിയ തോതിൽ ആ വർഗീയവൽക്കരണ ശക്തികൾ ശ്രമിക്കുകയാണ്. UDF എന്താ ചെയ്യാ? UDF എല്ലാ കാലത്തും എല്ലാ വർഗീയ ശക്തിയായിട്ട് സന്ധി ചെയ്യും. അപ്പോ എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടി കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുക. അതാണ് UDF ലക്ഷ്യം, അതാണ് കോൺഗ്രസ് ലക്ഷ്യം. അതിനവര് ഭൂരിപക്ഷ വർഗീയതയോട് സന്ധി ചെയ്യുക മാത്രമല്ല, ന്യൂനപക്ഷ വർഗീയതയെയും നല്ല തോതിൽ അവര് ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒന്നിപ്പിച്ചു നിർത്തുകയും ചെയ്യും. അതോടെ നടക്കണം. അത് BJP-ക്കെതിരായിട്ടല്ല,
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എല്ലാ വർഗീയതയും ഒന്നിപ്പിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതയെ ഉപയോഗപ്പെടുത്തുന്നത് BJP-ക്കെതിരായിട്ടല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയെ തകർക്കാനാണ് എന്ന കാര്യം ഇപ്പോ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഇന്നലെ പ്രസംഗിക്കാൻ കേട്ടേ, ഭൂരിപക്ഷ വർഗീയതയുമായി സന്ധി ചെയ്യാം BJP-ക്കെതിരായി. ആ സന്ധിയിലല്ല ഞങ്ങൾ കണ്ടത്. കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്, പുരോഗമന ആശയങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. മനുഷ്യൻ വർഗീയവൽക്കരിക്കപ്പെട്ടാൽ ഏത് വർഗീയതയായാലും ശരി, ആള് വർഗീയത തന്നെ കേട്ടോ. ഭൂരിപക്ഷ വർഗീയത കടുത്ത വർഗീയത, സംശയമൊന്നുമില്ലല്ലോ. ആർക്കെങ്കിലും സംശയമുണ്ടോ? അത് ഭൂരിപക്ഷത്തിന്റെ അല്ലേ, വല്ല സംശയമില്ലുണ്ടാവോ? പക്ഷെ അതിനൊരു മറുമരുന്നായിട്ട് ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കുമ്പോൾ എല്ലാ കാലത്തും നമ്മൾ ആശയസംവാദത്തിൽ ഉണ്ടല്ലോ. ന്യൂനപക്ഷ വർഗീയത, മുസ്ലിം ജനവിഭാഗത്തിനകത്ത് വർഗീയത ശക്തിപ്പെടുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ വർഗീയത ശക്തിപ്പെടുന്നു എന്ന് വന്നാൽ നാടിന് ഗുണം ചെയ്യുമോ? അത് നാടിന് ഗുണം ചെയ്യില്ല. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ? അപ്പൊ മലപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. മലപ്പുറത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ? ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. പക്ഷേ മതനിരപേക്ഷത ഏറ്റവും കൂടുതൽ കരുത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് മലപ്പുറം എന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. നല്ല മതനിരപേക്ഷ സ്പിരിറ്റ് അല്ലേ ഇവിടെ? കുറച്ചാൾക്കാർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടാവും പൊളിക്കാട്ടാ. ഏത് മലപ്പുറം എന്ന് പറഞ്ഞൊരു വർഗീയതയുടെ ചിഹ്നമാണ് എന്ന് സ്ഥാപിക്കാനുള്ള വൻ പരിശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഏറ്റവും മുന്നിലേക്കും, അതിൻ്റെ കൂടെ കുറച്ചും കൂടി തീവ്രതയുള്ള SDP-ക്കാർക്കും, പിന്നെ ലീഗേർ ഒളിഞ്ഞു നിൽക്കും, അടിക്കുക. നമ്മുടെ മുസ്ലിം ജനസമുദായത്തിലെ ഭൂരിപക്ഷം വർഗീയ ശക്തികൾക്കൊപ്പമല്ല. അതല്ല നമ്മുടെ നാടിൻ്റെ ഒരു ഗുണം. ഇവിടെ ഹിന്ദു വിഭാഗത്തിലും ഭൂരിപക്ഷ ആളുകൾ വർഗീയതക്കൊപ്പമല്ല. അതല്ലേ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്? അതുകൊണ്ടല്ലേ ഇത് കേരളല്ലേ? അപ്പോ കേരളത്തിലെ ഹിന്ദു ഭൂരിപക്ഷ വർഗീയവാദികളല്ല. മുസ്ലിം ജനസാമാന്യം അതിലെ മഹാഭൂരിപക്ഷം വർഗീയവാദികളല്ല. ക്രിസ്ത്യൻ ജനവിഭാഗം അതിലെ മഹാഭൂരിപക്ഷം വർഗീയവാദികളല്ല. പക്ഷേ ഇവരെ അതിലെ മഹാഭൂരിപക്ഷത്തെ വർഗീയവാദികളാക്കാൻ ഇവർ പരിശ്രമിക്കുകയാണ്. അത് കണ്ടാ പറയണ്ടേ? കേരളത്തിൽ വർഗീയവാദം ശക്തിപ്പെട്ട നന്നാവോ? കേരളത്തിന്റെ പ്രത്യേകത എന്താ? ഉത്തരേന്ത്യയിലൊക്കെ ഒരു ഗുണമുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും ഒരു ജാതി ഒരു സ്ഥലത്ത്, ഒരു മതം ഒരു സ്ഥലത്ത്, മുസ്ലിമിന്റെ ഗല്ലി, ദളിതന്റെ ഗല്ലി, ചമാറിന്റെ ഗല്ലി. ഇവിടെ അങ്ങനെയല്ല. എൻ്റെ വീടിന്റെ മുമ്പിൽ ഒരു മുസ്ലിമിന്റെ വീട്, എൻ്റെ വീടിന്റെ പിന്നിലൊരു മുസ്ലിമിന്റെ വീട്, എൻ്റെ വീടിന്റെ വലത്തുഭാഗത്തൊരു മുസ്ലിമിന്റെ വീട്. അങ്ങനെ എൻ്റെ വീട് കിടക്ക്. മനസ്സിലായോ? എൻ്റെ വീടിന്റെ 3 ഭാഗത്താ. കിഴക്ക് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റാ മുന്നിൽ കാണുന്ന തന്നെ ഒരു മുസ്ലിം ഇത്താത്ത അവിടെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ അത് വേറൊരു ഭാഗം, ഞാൻ എനിക്ക് പോണില്ല. അത് ഭർത്താവ് വിദേശത്തൊക്കെ ആയിട്ട് പാവപ്പെട്ട ഒരു സ്ത്രീ, നമ്മളെ ഏറ്റവും അടുത്ത കുടുംബം അവിടെ ഇരിക്കേണ്ടവർ, അവരെ കണ്ടുകൊണ്ട് നമ്മൾ രാവിലെ എണീക്കും. വലത്തുഭാഗത്തോ അവിടെയും ഒരു മുസ്ലിം സ്ത്രീയാണ്. തൊട്ട് പിന്നിലോ മയമാക്കായവർ, അയാൾ അദ്ദേഹം മുസ്ലിമാണ്. എന്താ ചെയ്യുക? എൻ്റെ നാട്ടിൽ 75% മുസ്ലിം ആയതുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ ചുറ്റും 3 മുസ്ലിം വീടുണ്ട് എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യം. അവിടെ കട്ടെ. ഇതുവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഒറ്റ നിബന്ധനയെ ഞാൻ വെക്കുന്നുള്ളൂ. ഞങ്ങളെ വർഗീയവാദിയാക്കിയിട്ട് തമ്മിൽ തല്ലിക്കാൻ ഒരു വർഗീയ ശക്തി, ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അംഗീകരിക്കില്ല എന്ന് പറയാനുള്ള ആ സാമാന്യ മര്യാദ അതുകൊണ്ടേ അത് പറയണ്ടേ? അങ്ങനെ പറയണ്ടേ? ഈ നാടിനെ സ്നേഹിക്കുന്ന ഏതൊരാളും അങ്ങനെ പറയും. അതിനെ എതിർക്കുന്നവർ പറയുന്നവരെ വർഗീയ ആക്കും. അതുകൊണ്ടൊന്നും അവർ മുന്നേറാൻ പോകുന്നില്ല, ഞങ്ങൾ തളരാനും പോകുന്നില്ല. ഈ തീവ്ര പരിശ്രമം നടക്കുന്നുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപകടകരമായ രൂപത്തിലാണ്. അതിൻ്റെ ഒരു കാരണം എന്താ? അതിൻ്റെ കാരണം വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്ന കോൺഗ്രസ് നിലപാടാ, UDF നിലപാടാ. പൂർണ്ണമായും വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയല്ലേ ഈ കോൺഗ്രസ്. ഒരു മൂല്യബോധം വേണ്ടേ ഒരു പാർട്ടിക്ക്? ഈ സതീശനും സുധാകരനും ഇവർക്കൊക്കെ ഉണ്ടോ? മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, വേറെ നമ്മൾ കൂട്ടുപിടിക്കണ്ട, പൊതുപ്രവർത്തനത്തിന്റെ അടിത്തറ മൂല്യബോധമാണ് എന്നാണ്. പൊതുപ്രവർത്തനത്തെക്കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ 7 കാര്യങ്ങളുണ്ട്. അതിൽ 1ാമത്തെ കാര്യം അതാണ്. അതില്ല എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രത്യേകത. അത് മുഴുവൻ അവര് പണയം വെച്ചിരിക്കുക ന്യൂനപക്ഷ വർഗീയ ശക്തികൾക്കും മറ്റ് വർഗീയ ജാതീയ ശക്തികൾക്കും. അങ്ങനെയാണ്. ഏതൊരു സാന്ദീപ് വാര്യർ ഇപ്പൊ കോൺഗ്രസ് ചേർന്ന് ഇല്ലേ? വാഴക്കൊല ജന്മീന്റെ വീട്ടിൽ കൊണ്ടുപോകണ മാതിരിയാ ഈ സാന്ദീപ് വാര്യരെയും കൊണ്ട്. എവിടേക്കാ പോയത് ഞാൻ പറയണോ സ്ഥലം? ഞാൻ പറയണോ സാന്ദീപ് വാര്യരെയും കൊണ്ടുപോയ സ്ഥലത്തിന്റെ പേര് അല്ലേ? ഇതല്ലേ കോൺഗ്രസ്? പൂർണ്ണമായി കീഴ്പ്പെട്ടല്ലേ? പൂർണ്ണമായി കീഴ്പ്പെട്ടു.
അത് പറയില്ലേ? പറയും. അത് ഉപയോഗിച്ച് നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ വരരുത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇന്ത്യയിലെ കോൺഗ്രസിനെ സ്ഥിതി നമുക്കെല്ലാം അറിയാം. പഴയ കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസ് അല്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സവിശേഷതയിൽ മതനിരപേക്ഷ ശക്തികളെ ഒന്നിപ്പിക്കുമ്പോൾ നമ്മൾ ഇവരെല്ലാവരും കൂട്ടിയിട്ടല്ല, എല്ലാവരും കൂട്ടിയിട്ടല്ലേ നമ്മൾ ആ സമരത്തിൽ പങ്കെടുത്തത്. ആ ചെലവില് നിങ്ങൾ ഒളിപ്പിച്ച് കിടത്താൻ നടത്തുന്ന വർഗീയ ശ്രമങ്ങളെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. തുറന്നു കാണിക്കണം. അത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ ചുമതലയാ. അതാ ഞങ്ങൾ ചെയ്ത്. അതിനെ എതിർക്കണം. അത് ഏതായാലും നമ്മൾ ഓരോന്നിന്റെ അളവ് തൂക്കം നോക്കി കൃത്യമായിട്ട് എതിർത്ത് പോവാതിരുന്നാൽ കേരളത്തെ പൂർണ്ണമായി വർഗീയവൽക്കരിക്കുക എന്ന അജണ്ട ഇവര് സബലീകരിക്കാൻ നോക്കും. അത് പറ്റില്ല. വലുതുതൽ നടക്കുകയാണ്. അപ്പൊ ഈ വർഗീയവാദ ശക്തികൾ ഈ സത്യമൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മളെ പാർട്ടിക്കെതിരായിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. കളവ് പറയും. കളവേ പറയൂ. അത് നമ്മളെ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ അവർക്കുണ്ട്. അവരും കളവ്, രണ്ടു കൂട്ടരും കൂടി കൂടിയ കളവ് പറയും. കൂട്ടത്തില് ഈ കളവിന്റെ അളവ് വർദ്ധിപ്പിക്കും. ഇപ്പൊ ഇവിടെ ഞാൻ EMS വർഗീയവാദിയാണ്. ഈ കേരളത്തിൽ ഒരാൾക്ക് പറയാൻ പാടില്ലാത്ത ഒരു വാക്കുണ്ടെങ്കിൽ EMSന് നേരെ ആ പ്രയോഗം നടത്തില്ല. പിന്നെയോ EMS ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധനാണ്. ചന്ദ്രയില് 4 ദിവസത്തെ ലേഖന ലീഗ് സെക്കുലറിസ്റ്റുകൾ, ലീഗ് ഭയങ്കര സെക്കുലർ പാർട്ടി എഴുതിയിരിക്കുകയാണ് EMSനെതിരായിട്ട് 4 ദിവസം തുടർച്ചയായിട്ട്. കേരളം കണ്ട വലിയ വർഗീയവാദി EMS നമ്പൂതിരിപ്പാട്. വല്ല ചരിത്രബോധമുണ്ടോ? ചരിത്രം എന്നൊരു സാധനം ഈ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. അതിലൊരു അക്ഷരം വായിച്ചു പഠിക്കണം. അക്ഷര വിരോധികളാവരുത്. 921 കുറിച്ച് ആഹ്വാനവും താക്കീതും എഴുതിയ EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് എന്തെങ്കിലും വിവരം വേണ്ടി ഇവർക്ക്? എന്തെങ്കിലും വിവരം? എന്തായിരുന്നു ഈ മതന്യൂനപക്ഷത്തിന്റെ ഏറനാടൻ അവസ്ഥ? ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അവന്റെ ബൂട്ടിന്റെ അടിയിലിട്ട് ഞെരിച്ച് തോക്കിന്റെ പാർട്ടി കൊണ്ട് അടിച്ച് നാട് കടത്തിയും കൊലപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും ഉണ്ടാക്കിയ കിരാതത്വത്തിന്റെ മുന്നിൽ ഒരിറ്റ് കണ്ണീര് കാരുണ്യം നൽകാൻ കഴിയാതെ പോയ കോൺഗ്രസിനെ കുറിച്ചാണ് ഇവിടുത്തെ മതന്യൂനപക്ഷം ആലോചിച്ചു പോയിരുന്നത്. അവര് വഞ്ചിച്ചു പോയെടുത്തുനിന്നാണ് നമ്മുടെ സമൂഹത്തിൽ സാമുദായിക മതബോധത്തിലേക്ക് മനുഷ്യൻ മാറുന്നത്. ആ കാലത്ത് മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഉയർന്ന ആദ്യത്തെ ശബ്ദം EMS നമ്പൂതിരിപ്പാടിൻ്റെതായിരുന്നു എന്ന് ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലീഗേര് വായിച്ചാൽ പോവത് EMS നമ്പൂതിരിപ്പാടിന്റെ ചരിത്രത്തെയും പശ്ചാത്തലത്തെയും അദ്ദേഹത്തിന്റെ ദൈക്ഷണികതയും വായിക്കാൻ ലീഗേര് ഇറങ്ങി നടക്കുവോ? ഇറങ്ങി തിരിച്ചില്ലേ? ഇവിടെ നമ്മൾ കണ്ടില്ലേ? ഏത് പാർട്ടിയത്? പിന്നെ അവിടുന്ന് കണ്ട എല്ലാവരും വർഗീയവാദികൾ. ഏത് നമ്മളെ പാർട്ടിയിൽ നായനാര് ലീഗ് അടിച്ച് കാച്ചിരിക്കുക. എവിടെ എത്തി? ഇവിടെ ഈ നമ്മുടെ നാട്ടിലെ 57 EMSന്റെ ഗവൺമെന്റ് വന്നതിന്റെ ശേഷമല്ലേ എത്ര നിയമങ്ങളാണ് നിയമപുസ്തകത്തിന് മാറ്റിയത്? മുസ്ലിമിനെ കവർച്ചക്കാരായി ചിത്രീകരിച്ച കൂട്ടപ്പെട്ട നിയമങ്ങളുണ്ടെന്നില്ല ഇവിടെ? ആരാ മാറ്റിയ? പള്ളി ഇഷ്ടംപോലെ പണിയുള്ള സ്വാതന്ത്ര്യം ആരെ കൊടുത്തേ? മലപ്പുറം നേർച്ചൊന്ന് നടത്തി കിട്ടുക എന്ന മുസ്ലിമിന്റെ ഏറ്റവും വലിയ അഭിമാനബോധത്തിന്റെ ആ നേർച്ച നടത്താൻ ആരാ അനുവാദം കൊടുത്ത്? EMS അല്ലേ? EMSനെ വിളിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളവരെ വിളിക്കുന്നതിൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യം കേട്ടോ. ഈ വിളിയാ. അധികാരം നഷ്ടപ്പെട്ടാൽ പ്രതിപക്ഷത്തിരിക്കണം. ഒരു സംശയമില്ല, കുറച്ചധിക കാലം കൂടി ഇരിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കോളും. ഇതാണ് ഇവിടെ നടക്കുന്നത്. നല്ല ജാഗ്രത വേണം. തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണം. ന്യൂനപക്ഷ ജനസമുദായങ്ങൾ മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും അവരെല്ലാം കൂടുതൽ ഇടതുപക്ഷത്തോടടുത്തതിൻ്റെ ഉദാഹരണങ്ങളാണ് സമകാല കേരള ചരിത്രം. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഈ നാട്ടിൽ അധികാരത്തിലിരിക്കുന്നു. ഞങ്ങൾക്കറിയാലോ, എല്ലാ ഭാഗത്തേക്കൊന്നും ഞാൻ പോണില്ല. ഓരോന്ന് എണ്ണി പറഞ്ഞാൽ നമ്മളെ നാടിന് വന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റം തിരിച്ചറിയണം. കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ധാരാളം കളവ് പറയാറുണ്ട്. അതിൻ്റെ അളവ് വർദ്ധിപ്പിച്ചോളൂ. പക്ഷേ സ്വയം അപഹാസ്യരാവാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുക. നമുക്ക് വലിയ ചുമതലകളാണ്. ഈ സമ്മേളനകാലം, ഈ സമ്മേളനം നമുക്ക് നൽകുന്ന ഉത്തരവാദിത്വം.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് രൂപപ്പെട്ടു വന്നിരിക്കുന്ന പുതിയ കാലത്തിൻ്റെ എല്ലാ സവിശേഷതകളെയും കുറിച്ച് നമുക്ക് സൂക്ഷ്മഗ്രാഹ്യം ഉണ്ടാവണം, നല്ല അറിവുണ്ടാവണം. നമുക്കതിനെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ ജനവിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള നല്ല പരിശ്രമം നടക്കണം. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നമ്മുടെ പാർട്ടിയിൽ പുതിയ ആളുകൾ വരണം. സമൂഹത്തിൻ്റെ എല്ലാ ശ്രേണിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആളുകൾ ഉണ്ടാവണം. നല്ല പ്രത്യയശാസ്ത്ര അടിത്തറ നമുക്കുണ്ടാവണം. വലിയ പ്രത്യയശാസ്ത്ര പഠനങ്ങൾ നമുക്ക് നടത്താനാവണം. ആശയപരമായ ഉൾക്കരുത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പുതിയ കാല ചുമതലകളെ ഏറ്റെടുക്കാൻ കഴിയും. അപ്പോൾ വലിയ ഭീഷണമായ സമകാലം, തീവ്ര ഹിന്ദുത്വം, ഒപ്പം നിൽക്കുന്ന കോർപ്പറേറ്റ് മുതലാളി, അമിതാധികാരത്തിൻ്റെ വഴി, വലതുപക്ഷവൽക്കരണത്തിൻ്റെ ആശയ പരിസരം, ഇതിൻ്റെ ഇടയിൽ നിന്ന് ആ വലിയ ധനശേഷി ഉപയോഗിച്ച് ജനാധിപത്യത്തിൻ്റെ അടിത്തറ തകർക്കാൻ നടത്തുന്ന പരിശ്രമം. ഇവിടെ ഭരണഘടനയെ സംരക്ഷിക്കണം, മതേതരത്വത്തെ സംരക്ഷിക്കണം, നമ്മുടെ ഫെഡറലിസത്തെ സംരക്ഷിക്കണം, സമൂഹത്തിൻ്റെ നാനാ മേഖലകളിൽ വലതുപക്ഷ കടന്നാക്രമണത്തെ പ്രതിരോധിക്കണം, ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകണം, സമര പോരാട്ടങ്ങളുടെ വലിയ കൊടുങ്കാറ്റ് കട്ടഴിച്ചു വിടണം. അത് നടത്താൻ ആത്മവിശ്വാസം ജനങ്ങൾക്ക് നൽകുന്ന രൂപത്തിൽ കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, വർഗ ബഹുജന സംഘടനകൾ, തീഷ്ണ തീവ്ര സമരങ്ങൾ, തകരാനും തളരാനും പിന്നോട്ടു പോകാനുമല്ല, കുതിച്ചു മുന്നോട്ടു പോകാനാണ്, ചരിത്രത്തെ മാറ്റിയെഴുതാനാണ് മഹത്തായ പ്രത്യയശാസ്ത്രം എന്ന ഉറച്ച വിശ്വാസത്തിൽ ദാർഢ്യമേറിയ കരുത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കലാണ് നമ്മുടെ ദൗത്യം. അതിന് സഹായകരമായ രൂപത്തിൽ നല്ല നിലയിൽ നമ്മുടെ പാർട്ടിയുടെ പരിമിതികളും കുറവുകളും ഇല്ലാതാക്കിക്കൊണ്ട് കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുമ്പോൾ മലപ്പുറത്തും നല്ല മികച്ച പാർട്ടി, പണ്ടുള്ളതിനേക്കാൾ നന്നായിട്ട് മുന്നേറിയിട്ടുണ്ട്, ഇന്നുള്ളതിനേക്കാൾ വേഗത്തിൽ മുന്നേറുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മലപ്പുറത്തെ പാർട്ടിയെ കൂടി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല ചർച്ചകളും അഭിപ്രായ പ്രകടനവും ഐക്യത്തിൻ്റെ നല്ല കൂട്ടായ പ്രവർത്തനവും ഒരുമിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ജില്ലാ സമ്മേളനത്തെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണ ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ച് CPIM-ന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം.